हरि ओम। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। वागीशाद्या सुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्युः तं नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सिदमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवदेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादम् को न याति पराङ्गतिम्। यः पिबन् सततं रामचरितामृतसागरम् अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामालारत्नं वन्दे नीलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्दारं वन्दे लङ्काभयङ्करम्। उल्लङ्घ्य सिन्धोः सलिलं सलीलं यशोकवह्निं जनकात्मजायाः आदाय तेनैव ददाह लङ्कां नमामि तं प्राञ्जलिराञ्जनेयम्। आञ्जनेयमतिपाटलाननं काञ्चनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनम्। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यः कर्णाञ्जलिसम्बुडैरहरहर सम्यक् पिबत्यादराद वाल्मीकिर्वदनारविन्दगलितं रामायणाख्यं मधु। जन्मव्याधिजराविपत्तिमरणैः अत्यन्तसोपद्रवं संसारं सविहाय गच्छति पुमान् विष्णोः पदं शाश्वतम्। तदुपगतसमाससन्धियोगं सममधुरोपनदार्थवाक्यबद्धं रघुवरचरितं मुनिप्रणीतं दशशिरसश्च वदं निशामयध्वम्। वाल्मीकिगिरिसम्भूता रामसागरगामिनी पुनादिभुवनं पुण्या रामायणमहानदी। श्लोकसारजलाकीर्णं सर्गकल्लोलसङ्कुलं काण्डग्राहमहामीनं वन्दे रामायणार्णवम्। वेदवेद्ये परे पुंसि जाते दशरथात्मजे वेदः प्राचेदसादासीत् साक्षात् रामायणात्मना। वैदेही सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पकमासने मणिमये वीरासने सुस्थितम्। अग्रे वाचयति प्रभञ्जनसुते
തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമായണ മാസം ഇന്ന് 21 ദിവസം. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് കൽപ്പാത്തിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരികയാണ്, അതുകൊണ്ട് വൈകിയത് കേട്ടോ. നാരായണ. നമ്മൾ വാൽമീകി രാമായണം ആരണ്യകാണ്ഡമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവണൻ ബ്രാഹ്മണ വേഷത്തിൽ പഞ്ചവടിയിൽ സീതയുടെ അടുത്തേക്ക് സീത ഏകയായിരിക്കുമ്പോൾ വന്നതും ആ സീതയെ പ്രലോഭിപ്പിച്ചതും തന്നെക്കുറിച്ച്, തൻ്റെ കഴിവുകളെക്കുറിച്ച്, തൻ്റെ പ്രഭാവത്തെക്കുറിച്ചെല്ലാം വിസ്തരിച്ച് ആത്മപ്രശംസ ചെയ്തതുമെല്ലാമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിനുശേഷം പിന്നീട് ബലാത്കാരേണ സീതയെ എടുത്തുകൊണ്ട് താൻ കൊണ്ടുവന്ന മായ കൊണ്ട് അവിടെ പ്രകടിപ്പിച്ചതായിട്ടുള്ള രഥത്തിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ആ രഥത്തിൽ കടത്തിക്കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ദേവി അവിടെയുള്ള വൃക്ഷലതാദികളോടും പക്ഷി മൃഗാദികളോടും ഒക്കെ വിളിച്ച് പറഞ്ഞു, രാമനെ വേഗം അറിയിക്കൂ, നിങ്ങൾ എന്നെ ഈ നിശാചരൻ കൊണ്ടുപോകുന്ന കാര്യം വേഗം അറിയിക്കൂ, വേഗം അറിയിക്കൂ എന്ന് വൃക്ഷങ്ങളോട് പോലും പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ഉന്മാദിനിയെ പോലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രാവണനാൽ ബലാത്കാരേണ കടത്തിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ സമയത്ത് സീത തന്നെ ഒരു വൃക്ഷത്തിലിരിക്കുന്ന ജടായുവിനെ കണ്ടു. ആ ജടായു എന്ന കഴുകനെ നോക്കി, ജടായോ എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജടായുവിനെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല, നിനക്ക് ഇവനോട് എതിരിടാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നീ വേഗം എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും അറിയിക്ക് എന്നുള്ള മട്ടിലാണ് ദേവി ജടായുവിനോട് പറഞ്ഞത്. എന്നാൽ ജടായു ആകട്ടെ വളരെ കമ്മിറ്റഡ് ആണ് തന്റെ ഡ്യൂട്ടിയിൽ. നേരത്തെ തന്നെ രാമനോട് വാക്ക് പറഞ്ഞിരുന്നു, ഞാനിവിടെ കാവലുണ്ടാവും എന്ന്. ഇവർ പഞ്ചവടിയിൽ താമസിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അച്ഛന്റെ കൂട്ടുകാരനാണ് എന്നുള്ള ആ ബന്ധം വെച്ച് ഞാൻ അങ്ങയ്ക്കും മിത്രമായി ഇവിടെ കാവലുണ്ടാവുമെന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കുകയാണ്. അദ്ദേഹം രാവണനോട് ആദ്യം നല്ല സാമം എന്ന് പറയുന്ന, അല്ലെ, സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നാണ് ഉപായങ്ങള്. ഒരാളെ കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യിക്കണമെങ്കിൽ, ധർമ്മം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സാമം എന്നുള്ളതാണ്. സാമം എന്ന് പറഞ്ഞാൽ നല്ല സമമായ വാക്കുകൾ എന്നാണ്.
ഒരാളുടെ മനസ്സിനെ സമത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ. എന്താണ് സമം? സമം എന്ന് പറഞ്ഞാൽ ധർമ്മം. ഈശ്വരൻ തന്നെയാണ് സമം. ഈശ്വരന്റെ പര്യായം സമമാണ്. സമം സമം ഹി ബ്രഹ്മ. ബ്രഹ്മം എന്നാൽ സമം തന്നെയാണ്. എല്ലായിടത്തും ഒരുപോലെ സമമായി വ്യാപിച്ചിരിക്കുന്നതാണ് ആ ബ്രഹ്മതത്വം, ഈശ്വരതത്വം. അപ്പൊ സമം എന്നുള്ളത് ഈശ്വരന്റെ ഒരു പര്യായ ശബ്ദം കൂടിയാണ്. അപ്പോ ഒരാളെ സമത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വത്വത്തിലേക്ക്, ആത്മാവിലേക്ക്, ധർമ്മബോധത്തിലേക്ക്, നന്മയിലേക്ക് എല്ലാം നയിക്കുന്ന വാക്കുകളാണ് സാമം. അപ്പൊ സാമം കൊണ്ടൊരാളെ സാധിക്കുമെങ്കിൽ പ്രവർത്തിപ്പിക്കുക, ധർമ്മം പ്രവർത്തിപ്പിക്കുക. സാമം കൊണ്ട് നടന്നില്ലെങ്കിലാണ് അടുത്തത് ദാനം എന്ന് പറയാം. ദാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാം എന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ദാനം. ഇന്നത് തരാം, നീ ഇന്ന കർമ്മം ചെയ്യ എന്ന് പറയുന്നത് ദാനം. അതുകൊണ്ട് നടന്നില്ലെങ്കിലാണ് ഭേദം. ഭേദം എന്ന് പറഞ്ഞാല് അവന്റെ ഉള്ളിലുള്ള നിശ്ചയത്തെ ഭേദിപ്പിക്കാൻ വേണ്ടി ഭയപ്പെടുത്തുക, ഭയപ്പെടുത്തി ധർമ്മം പ്രവർത്തിപ്പിക്കുക. ഇതെല്ലാം ആര് ചെയ്യുന്നുണ്ട്? ജടായു ചെയ്യുന്നുണ്ട്. ദാനം ഒഴിച്ച് സാമം, ഭേദം ഇത് രണ്ടും പ്രയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടിനും രാവണൻ വഴങ്ങുന്നില്ല. ഇനിയിപ്പോ രാവണനോട് എന്ത് ചെയ്താലേ പറ്റൂ? യുദ്ധം ചെയ്ത് രാവണനെ പരാജയപ്പെടുത്തിയാലേ പറ്റുള്ളൂ. അപ്പൊ ദണ്ഡം എന്നുള്ള ശിക്ഷയിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ശക്തനല്ലെങ്കിൽ പോലും, വൃദ്ധനാണെങ്കിലും സ്വയം പറയുന്നുണ്ട്, ഞാൻ ജീവനോടെ കൂടെ ഇരിക്കുമ്പോ നീ ഇവിടുന്ന് സീതയും കൊണ്ട് പോവില്ല. ആ രാമൻ അറിഞ്ഞ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നീ ജീവനോടെ പോവില്ല. ഇതൊക്കെ കുറെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വൃദ്ധനാണ്, 60,000 വയസ്സായി എനിക്ക്. നീ യുവാവാണ്, നിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, രഥമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാലും നീ ഒരു നടക്കി ഇവിടുന്ന് പോവില്ല. എന്നെ വധിച്ചതിന് ശേഷം നിനക്ക് ഇവിടുന്ന് സീതയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ രാവണനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ജടായു. നോക്കൂ, വെറും ഒരു പക്ഷിയാണ്. ആ പക്ഷി പോലും തന്റെ സത്യസന്ധത, അല്ലെ, തന്റെ ധർമ്മനിഷ്ഠ, ഇതൊക്കെ എങ്ങനെയും സ്വന്തം പ്രാണൻ പോയാലും ആ വാക്ക് പാലിക്കും, തന്റെ ധർമ്മം താൻ നിർവഹിക്കും എന്നുള്ളൊരു ഇത് കാണിച്ചു തരികയാണ്. അപ്പൊ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഈ പക്ഷിയിൽ നിന്നും പഠിക്കണ്ടേ? ഈ രാമായണത്തിൽ അനേക മൃഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയാം. വാനരന്മാരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെ? അണ്ണാരക്കണ്ണനിൽ നിന്ന് വരെ പഠിക്കാനുണ്ട് എന്നും ഉദാഹരണമായിട്ട് പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ അണ്ണാരക്കണ്ണനും എന്താ തന്നാലായതെന്നോ? അതാണ് ഇപ്പോ ആൾക്കാർ പറഞ്ഞു ശീലിച്ചിരിക്കുന്നത്. അണ്ണാരക്കണ്ണ ഇങ്ങട് തന്നാലായി എന്ന്. തന്നാലായതല്ല, തന്നാലായത്. പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. തന്നാലായത്. അണ്ണാരക്കണ്ണന് എന്താണോ സ്വന്തം ശക്തി, അതിനനുസരിച്ച് അണ്ണാരക്കണ്ണനും സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി, ഒരു ദുഷ്ടനെ വധിക്കാൻ വേണ്ടി നന്മ ചെയ്യുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്ന് യഥാശക്തി ഓരോരുത്തരും അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. അല്ലാതെ ശക്തിയെ അതിക്രമിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ജടായുവിനെ പോലെ പ്രാണൻ ത്യജിക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും, ജടായുവിനെ പോലെ ഒരാൾ പ്രാണൻ പോലും ത്യജിച്ചുകൊണ്ട് തന്റെ എന്താ പറയുക ആ വാക്ക് പാലിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ പാഠമാക്കേണ്ടതാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ള ആ ജടായു രാവണനെ വെല്ലുവിളിച്ചു. രാവണന്റെ നേരെ ഇനിയിപ്പോ ആക്രമിക്കാനായിട്ട് ചാടി വീഴുകയാണ്. രാവണനും ജടായുവുമായിട്ടുള്ള യുദ്ധമാണ്. ഒരധ്യായം, ഒരു സർഗം മുഴുവൻ ഗംഭീര യുദ്ധമാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ 51 സർഗമാണ്. 75 സർഗത്തിൽ 50 സർഗം കഴിഞ്ഞു ആരണ്യകാണ്ഡത്തില്. ഇനി 51 സർഗം.
ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. അഥ ശ്രീമദ് വാൽമീകീയേ രാമായണേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഏകപഞ്ചാശഃ സർഗഃ. ഇത്യുക്തസ്യ യഥാ ന്യായം രാവണസ്യ ജടായുഷാ ക്രുദ്ധസ്യ അഗ്നിനിഭാ സർവാ രേജുർവിംശതി ദൃഷ്ടയഃ. ഇതി ജടായുഷാ യഥാ ന്യായമുക്തസ്യ ക്രുദ്ധസ്യ രാവണസ്യ വിംശതി ദൃഷ്ടയഃ സർവാഃ അഗ്നിനിഭാഃ രേജുഃ. അപ്പൊ ഇങ്ങനെ ആ ജടായുസ്സിനാൽ, ജടായുവിനാൽ യഥാന്യായമുക്തം, യഥാന്യായം എന്താണോ ധർമ്മം, എന്താണോ ന്യായം, ആ ന്യായപൂർവം പറയപ്പെട്ടതാണ് അല്ലെ. ജടായു പറഞ്ഞതിലൊന്നും അന്യായമില്ല. അപ്പൊ അങ്ങനെ ന്യായമായി പറയപ്പെട്ട സമയത്ത് ക്രുദ്ധസ്യ രാവണസ്യ, അത് കേട്ട് ആ പറയപ്പെട്ടവനായ രാവണൻ ക്രുദ്ധനായി, കോപിച്ചവനായി. അങ്ങനെ അദ്ദേഹത്തിന്റെ വിംശതി ദൃഷ്ടയഃ സർവാഹ. വിംശതി എന്ന് പറഞ്ഞാൽ 20, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പൊ എത്ര? ഈ 10 തലയില് 20 കണ്ണുകളുണ്ട്. ആ 20 കണ്ണുകളും അഗ്നി നിബാഹ രേജുഹു, തീക്കട്ട പോലെ, തീജ്വാല പോലെ രാജിച്ചു അഥവാ ജ്വലിച്ചു. അപ്പൊ കണ്ണുകളിൽ നിന്ന് കോപം കൊണ്ട് കണ്ണിൽ നിന്ന് തീ പാറുകയാണ്. ആരുടെ? രാവണന്റെ. നീ ആരടാ എന്നോട് ഇതൊക്കെ പറയാന്നുള്ള മട്ടില് അല്ലെ. വെറും ഒരു കഴുകൻ പക്ഷി, ഈ പക്ഷിക്ക് ഇത്രയും തിമിരോ എന്ന് നമ്മുടെ അല്ലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നുന്നത്. സംരക്ത നയന ക്രോധാത് തപ്ത കാഞ്ചന കുണ്ടലഃ രാക്ഷസേന്ദ്രോപിദുദ്രവ പദകേന്ദ്രം അമർഷണഃ. തപ്ത കാഞ്ചന കുണ്ടലഃ രാക്ഷസേന്ദ്രഃ, നല്ല ജ്വലിക്കുന്ന സ്വർണകുണ്ടലങ്ങൾ ധരിച്ചവനായ. അപ്പൊ 20 കുണ്ടലങ്ങൾ ഉണ്ടാവും അല്ലേ 10 തലയില്. ആ 20 കുണ്ടലങ്ങളും ജ്വലിക്കുന്നവനായിട്ടുള്ള രാക്ഷസേശ്വരൻ. അമർഷണഃ, ക്രോധം സഹിക്കാത്തവനായിട്ട്. ക്രോധാത് സംരക്ത നയനഃ, കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി. പദകേന്ദ്രം അഭിദുദ്രാവ, ആ പക്ഷീന്ദ്രനായ ജടായുവിന്റെ നേരെ പാഞ്ഞു ചെന്നു. സംപ്രഹാരസ്തൂലഃ തയോസ്തസ്മിൻ മഹാവനേ ബഭൂവ വാദോദ്ധതയോഃ മേഘയോർഗഗനേ യഥാം. തസ്മിൻ മഹാവനേ തയോഃ സഹ സംപ്രഹാരഃ ബഭൂവ. അപ്പൊ ആ പെരുങ്കാട്ടിൽ വെച്ച് തയോഹോ അവർ രണ്ടുപേർക്കും തമ്മില്, ജടായുവും രാവണനും തമ്മില് സഹ സംപ്രഹാരഃ, ഒരു ഗംഭീരമായിട്ടുള്ള യുദ്ധം. സംപ്രഹാരം എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രഹരിക്കുന്ന യുദ്ധം. അത് ഭവിച്ചു. ഏതുപോലെ? ഗഗനേ വാതോദ്ദതയോഹോ മേഘയോഹോ യഥാ തുമുലഃ, ആകാശത്തിൽ കാറ്റിനാൽ അടിക്കപ്പെട്ട കാർമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും പോലെ. അപ്പൊ ഇടയിൽ മിന്നലൊക്കെ ഉണ്ടാവും, ഇടിയൊക്കെ ഉണ്ടാവും അല്ലേ. കാർമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ഇതുപോലെ ജടായുവും രാവണനും തമ്മിലുള്ള ആ സംഘർഷണം ആരംഭിച്ചു. കാറ്റത്ത് മേഘങ്ങൾ കൂട്ടിമുട്ടും പോലെ. തുമുലഃ ബഭൂവ, തുമുലം എന്നാൽ ഭയങ്കരം, കോലാഹലം എന്നൊക്കെ അർത്ഥം. അതിഭയങ്കരമായി ഭവിച്ചു. തദ് ബഭൂവ അത്ഭുതം യുദ്ധം ഗൃധ്രരാക്ഷസയോസ്തദാ സപക്ഷയോർമാല്യവതോഃ മഹാപർവതയോരിവ. തദാ ഗൃധ്രരാക്ഷസയോഃ അത്ഭുതം തദ് യുദ്ധം. ആ ഗൃധ്രൻ എന്നാൽ കഴുകൻ, രാക്ഷസൻ രാവണൻ. അപ്പൊ ഗൃധ്രരാക്ഷസയോഃ ജടായു രാവണയോഃ, ജടായുവും രാവണനും തമ്മിലുള്ള അത്ഭുതം തദ് യുദ്ധം, അത്ഭുതമായിട്ടുള്ള ആ യുദ്ധം ഏതുപോലെ ഭവിച്ചു. സപക്ഷയോഃ മാല്യവതോഃ മഹാപർവതയോഃ ഇവ ബഭൂവ. മാല്യവാൻ എന്ന് പറയുന്നതായിട്ടുള്ള പർവ്വതം, അത് ഹിമവാന്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ആ പർവ്വതത്തിന് ചിറകുണ്ടെങ്കിലോ 2 പർവ്വതങ്ങൾ, ചിറകുള്ള 2 പർവ്വതങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടും പോലെ ഈ ജടായു ഒരു പർവ്വതം, മാല്യവാനെ പോലെ 2 ചിറകുണ്ട്. രാവണന് 20 കൈകളുണ്ട് 2 വശത്തും അല്ലേ. ആ കൈകളൊന്ന് പരത്തിയാൽ ചിറകിനേക്കാൾ വലുതായിരിക്കില്ലേ. അപ്പൊ പക്ഷങ്ങളുള്ള 2 പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും പോലെ ജടായുവും രാവണനും തമ്മില് യുദ്ധം ആരംഭിച്ചു. തതോ നാളീകനാരാജൈഃ
തീക്ഷ്ണാഗ്രൈശ്ച വികർണിഭിഃ അഭ്യവർഷൻ മഹാഘോരൈഃ ഗൃധ്രരാജം മഹാബലഃ. ആ മഹാബലവാനായിട്ടുള്ള രാവണൻ തതഃ മഹാഘോരൈഃ തീക്ഷ്ണാഗ്രൈഃ നാളീക നാരാജൈഃ അതികഠിനങ്ങളായിരിക്കുന്ന കൂർത്ത മൂർച്ചയുള്ളവയായിട്ടുള്ള നാളീകം മുട്ടുപോലെയുള്ളതായിട്ടുള്ള അമ്പുകള്, നാരാജം എഴുത്താണി പോലെയുള്ളതായിട്ടുള്ള അമ്പുകള്, വികർണിഭിഹി കത്തി പോലെയുള്ള അമ്പുകള്, അങ്ങനെയുള്ള വിവിധങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് ഗൃധ്രരാജം അഭ്യവർഷത്ത് ആ കഴുകശ്രേഷ്ഠനായ ജടായുവിന്റെ നേരെ വർഷിച്ചു. സദാനി ശരജാലാനി ഗൃധ്രഃ പത്രരഥേശ്വരഃ ജടായുഃ പ്രതിജഗ്രാഹ രാവണാസ്ത്രാണി സംയുഗേ. സഹ പത്രരഥേശ്വരഃ ജടായുഃ ഗൃധ്രഃ. ആ പക്ഷികളിൽ വെച്ച് പത്രരഥന്മാരെന്നാൽ പക്ഷികളാണ്, അവരുടെ ഈശ്വരൻ രാജാവ്. അപ്പൊ പക്ഷി രാജാവായിട്ടുള്ള ജടായു എന്ന കഴുകൻ സംയുഗേ രാവണാസ്ത്രാണി താനി യുദ്ധത്തിൽ രാവണൻ അയച്ചതായിട്ടുള്ള അസ്ത്രങ്ങളെ ശരജാലാനി പ്രതിജഗ്രാഹ ആ ശരവർഷങ്ങളെയൊക്കെ പ്രതിഗ്രഹിച്ചു, സ്വീകരിച്ചു. അഥവാ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കളയൊക്കെ ചെയ്തിട്ടുണ്ടാവും ചിറകുകളെ കൊണ്ട്. തസ്യ തീക്ഷ്ണനഖാഭ്യാം തു ചരണാഭ്യാം മഹാബലഃ ചകാര ബഹുധാ ഗാത്രേ വ്രണാൻ പതകസത്തമഃ. മഹാബലഃ പതകസത്തമഃ ആ ബലവാനായിട്ടുള്ള പക്ഷി ശ്രേഷ്ഠനായ ജടായു തസ്യ ഗാത്രേ അവന്റെ ശരീരത്തിൽ, രാവണന്റെ ശരീരത്തിൽ തീക്ഷ്ണനഖാഭ്യാം ചരണാഭ്യാം തു ബഹുധാ വ്രണാൻ ചകാര അതിന്റെ മൂർച്ചയേറിയ നഖങ്ങളെ കൊണ്ടും അതിന്റെ കാലുകളെ കൊണ്ടുമെല്ലാം ബഹുധാ പല പ്രകാരത്തില് വ്രണങ്ങളെ ഉണ്ടാക്കി രാവണന്റെ ദേഹത്ത് മാന്തി പൊളിച്ചു എന്നർത്ഥം. അത ക്രോധാദ് ദശഗ്രീവോ ജഗ്രാഹ ദശമാർഗണാൻ മൃത്യുദണ്ഡ നിഭാൻ ഘോരാൻ ശത്രുമർദ്ദനകാംക്ഷയാം. അത ദശഗ്രീവഃ ക്രോധാത് ആ രാവണന് ക്രോധമുണ്ടായിട്ട് ശത്രുമർദ്ദനകാംക്ഷയാ മൃത്യുദണ്ഡ നിഭാൻ ഘോരാൻ ദശമാർഗണാൻ ജഗ്രാഹ ആ ശത്രുവിനെ മർദ്ദിക്കുവാനുള്ള ആകാംക്ഷയോടെ ബദ്ധപ്പാടോടുകൂടെ ആ കാലന്റെ കയ്യിലുള്ള ദണ്ഡം എന്നുള്ള ആയുധത്തിന് സമാനമായിട്ടുള്ള ഘോരങ്ങളായ 10 ബാണങ്ങളെ സ്വീകരിച്ചു. അവനാഴിയിൽ നിന്ന് 10 അമ്പുകൾ എടുത്തു ഒന്നിച്ച്. സതൈർ ബാണൈർ മഹാവീര്യഃ പൂർണ്ണമുക്തൈർ അജിഹ്മകൈഃ വിഭേദ നിശിതൈസ്തീക്ഷ്ണൈഃ ഗൃധ്രം ഘോരൈഃ ശിലീമുഖൈഃ. മഹാവീര്യഃ സഹ പൂർണ്ണമുക്തൈഃ അജിഹ്മകൈഃ നിശിതൈഃ തീക്ഷ്ണൈഃ ഘോരൈഃ ശിലീമുഖൈഃ തൈബാണൈഃ ഗൃധ്രം വിഭേദ. ആ ഘോരനായിട്ടുള്ള മഹാവീരനായിട്ടുള്ള രാവണൻ അസ്ത്രങ്ങളെ കൊണ്ട് പക്ഷി രാജാവായിട്ടുള്ള അവനെ ഭേദിച്ചു എന്നാണ്. പലയിടത്തും മുറിവേൽപ്പിച്ചു. എങ്ങനെ? നല്ലതുപോലെ പൂർണ്ണമുക്തങ്ങൾ നല്ലോണം ഞാൻ വലിച്ചു വിട്ടതും നേരെ ചെല്ലുന്നത് അജിഹ്മകങ്ങൾ, ജിഹ്മമായി ഗമിക്കുന്നതല്ല, വളഞ്ഞു പോകുന്നതല്ല, നേരെ പോകുന്നതും, നിശിതൈ മൂർച്ചയേറിയതും, തീക്ഷ്ണൈ വിഷം തേച്ചതും, ഘോരൈ രൂക്ഷമായതും ആയിട്ടുള്ള ശിലീമുഖൈഹി അഗ്രങ്ങളിൽ ആണിയും മറ്റൊക്കെ ഉള്ളതുമായിട്ടുള്ള ബാണങ്ങളെ കൊണ്ട് ആ കഴുകന്റെ നേരെ പ്രയോഗിച്ചു. സരാവണരതേ പശ്യജ്ജാനകീം ബാഷ്പലോചനാം അചിന്തയിത്വാ താൻ ബാണാൻ രാക്ഷസം സമഭിദ്രവത്. സഹ ജാനകീം രാവണരതേ ബാഷ്പലോചനാം പശ്യൻ. ആ ഗൃധ്രരാജാവ് എന്താണ് ജടായു സീതയെ നോക്കി. സീത എന്ത് ചെയ്യാണ്? ആ രാവണന്റെ രഥത്തില് കണ്ണുനീർ വാർത്തുകൊണ്ട് ഇരിക്കുകയാണ്, സങ്കടപ്പെട്ട് ഇരിക്കുന്നവളായിട്ട് കണ്ടിട്ട് താൻ ബാണാൻ അചിന്തയിത്വാ രാക്ഷസം സമഭിദ്രവത്. രാവണൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെ ചിന്തിക്കാതെ എന്ന് പറഞ്ഞാൽ അവഗണിച്ചുകൊണ്ട്, അത് തന്റെ ദേഹത്തേറ്റാലും തനിക്ക് മുറിവേറ്റാലും അത് സാരമില്ല, ഈ സീതയുടെ അവസ്ഥ കണ്ടിട്ട് സീതയെ രക്ഷിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ആ രാവണന്റെ നേരെ പാഞ്ഞു ചെന്നു. തദോസ്യ സശരം ചാപം മുക്താമണി വിഭൂഷിതം ചരണാഭ്യാം മഹാതേജാപഞ്ച പതകേശ്വരഃ. ആ മഹാതേജസ്വിയായ പക്ഷിരാജാവ് തതഃ മുക്താമണി വിഭൂഷിതം, മുത്തുകളും രത്നങ്ങളും ഒക്കെ ശോഭിക്കുന്നതായിട്ടുള്ള രാവണന്റെ ചാപത്തെ, അസ്യ ചാപം അവന്റെ വില്ലിനെ സശരം അമ്പോടുകൂടി ചരണാഭ്യാം ബഭഞ്ച തന്റെ കാലുകളെ കൊണ്ട് ഭഞ്ജിച്ചു.
ഇപ്പൊ രാവണന്റെ കയ്യിലുള്ള വില്ലിനെ ഉടച്ചു ആര്? പക്ഷിരാജാവ് ഈ ജടായു തന്റെ കാലുകളെ കൊണ്ട് ചവിട്ടി മുറിച്ചെറിഞ്ഞു എന്നർത്ഥം. തതോന്യധനുരാധായ രാവണഃ ക്രോധമൂർച്ഛിതഃ വവർഷ ശരവർഷാണി ശതശോധ സഹസ്രശഃ. തതഃ രാവണഃ ക്രോധമൂർച്ഛിതഃ. അപ്പോൾ രാവണന് ഒരുപാട് ക്രോധം വർദ്ധിച്ചവനായിട്ട് അന്യധനുഹു ആദായ മറ്റൊരു വില്ലെടുത്തിട്ട് ശരവർഷാണി ശരം കൊണ്ടുള്ള വർഷങ്ങൾ ശതശഃ സഹസ്രശഃ നൂറുകണക്കിനും ആയിരക്കണക്കിനും ശരവർഷങ്ങളെ വർഷിച്ചു. ശരൈർ ആവാരിതസ്തസ്യ സംയുഗേ പതകേശ്വരഃ കുലായം ഉപസംപ്രാപ്തഃ പക്ഷീവ സ ബഭൗ തദ്ആം. സംയുഗേ തസ്യ ശരൈഃ ആവാരിതഃ സ പതകേശ്വരഃ. യുദ്ധത്തില് രാവണന്റെ അസ്ത്രങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവൻ, മൂടപ്പെട്ടവനായാല് ഈ പക്ഷിരാജാവ് പാവം ജടായു. കുലായം ഉപസംപ്രാപ്തഃ പക്ഷി ഇവ തഥാ ബഭൗ. കുലായം എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ കൂട്, നെസ്റ്റ്, നീലം കുലായം എന്നൊക്കെ പറയും പക്ഷിക്കൂടിന്. അപ്പൊ അതിന്റെ കൂട്ടിൽപ്പെട്ടതായിട്ടുള്ള ഉപസംപ്രാപ്തമായ കൂട്ടിൽ മുളഞ്ഞ പക്ഷിയെ പോലെ അപ്പോൾ കാണപ്പെട്ടു എന്നാണ് ശരത്തിന്റെ കൂട്. സദാനി ശരജാലാനി പക്ഷാഭ്യാം തു വിധൂയ ചരണാഭ്യാം മഹാതേജാപഞ്ചാസ്യ മഹർദനുഹു. എന്നാൽ ആള് മോശക്കാരനല്ല ജടായു. മഹാതേജാഹ സഹ, അതിതേജസ്വിയായ പരാക്രമിയായിട്ടുള്ള ജടായു. താനി ശരജാലാനി പക്ഷാഭ്യാം വിധൂയ, രാവണൻ പ്രയോഗിച്ച ശരജാലങ്ങളെയെല്ലാം തന്റെ ചിറകുകളെ കൊണ്ട് കൊടഞ്ഞു കളഞ്ഞിട്ട് വിദൂനനം എന്നാൽ ദൂരേക്ക് കൊടഞ്ഞു വീഴ്ത്തി. അസ്യ മഹദ്ധനുഹു ചരണാഭ്യാം ബഭഞ്ച, അവന്റെ കയ്യിലുള്ള വലിയ വില്ലിനെ പിന്നീട് ഒരിക്കൽ കൂടി ചവിട്ടിപ്പൊട്ടിച്ചു. തച്ചാഗ്നി സദൃശം ദീപ്തം രാവണസ്യ ശരാവരം പക്ഷാഭ്യാം സമഹാവീര്യോ വ്യധുനോത്പതകേശ്വരഃ. സഹ മഹാവീര്യഃ പതകേശ്വരഃ. ആ പക്ഷീന്ദ്രൻ രാവണസ്യ അഗ്നിസദൃശം ദീപ്തം തത്ശരാവരം, ആ രാവണന്റെ അഗ്നി പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള മാറിൽ ധരിച്ച ശരാവരം എന്ന് പറഞ്ഞാൽ ശരത്തെ നിവാരണം ചെയ്യുന്ന കവചം. ആരെങ്കിലും ശത്രുക്കൾ ചെയ്യുന്ന അസ്ത്രത്തെ തടയുന്ന ആ കവചത്തെ ശരാവരം പക്ഷാഭ്യാം വ്യധുനോത്, ചിറകുകൾ കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. അത്രയും ശക്തിയാണ് ആർക്ക്? ജടായുവിന്. പക്ഷികൾക്ക് പരസ്പരം ചിറകുകൊണ്ട്, വലിയ ചിറകുള്ളതായിട്ടുള്ള പക്ഷികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണേണ്ടതാണ്. കോഴിപ്പോരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പലയിടത്തും മയിലുകൾ തമ്മിൽ പോരടിക്കുന്നത് കാണണം. ഞങ്ങളുടെ ആശ്രമത്തിൽ വരണ ഇടയ്ക്കൊക്കെ എപ്പോഴും വന്നാൽ കാണില്ല. ചിലപ്പോ രണ്ട് ആൺമയിലുകൾ തമ്മിൽ ഭയങ്കര മത്സരമാണ്. ആരാ ഇവിടുത്തെ രാജാവ് എന്ന് തീരുമാനിക്കാൻ. ചിലപ്പോ രാവിലെ തുടങ്ങിയ രാത്രി ഇരുട്ടാവുന്നവരെ ഒരു ഭക്ഷണമൊന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒന്നുമില്ല, വേറെ പണിയൊന്നുമില്ല, യുദ്ധം തന്നെ. രാവിലെ തുടങ്ങിയാൽ മതി, വൈകുന്നേരം വരെ യുദ്ധമാണ്. എത്രയോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ അവർക്ക് കണ്ണു കാണില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വീണ് കിടക്കും പറയാം, ഓട്ടും പുറത്തോ തെങ്ങിന്റെ മുകളിലോ. പകല് മുഴുവൻ യുദ്ധം. ചിറകൊക്കെ കൊഴിയും, അങ്ങോട്ട് കൂടി കടിച്ച് കൊത്തി വലിച്ച് നഖം കൊണ്ട് വലിച്ച് ഒക്കെ അങ്ങോട്ട് കൂടും വലിച്ചിടും. ഭയങ്കര യുദ്ധമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയാൽ നമുക്കും കിട്ടും. ശക്തമായിട്ടുള്ള അടിയാണ് ചിറക് കൊണ്ടും അതുപോലെ മാന്തല്. നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ടുള്ള പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. കൊത്തു വന്നിട്ട് ഒരാളുടെ നെറ്റിയിൽ കൊത്തിയിട്ട് 5 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. ചെവി പറിച്ചെടുത്ത് 2 സ്റ്റിച്ച്. ഇപ്പൊ പക്ഷികളെന്ന് പറഞ്ഞാല് ഭയങ്കര ശക്തിയാണെന്ന് പറയാം. അപ്പൊ കഴുകന്മാരുടെ കാര്യവും, കഴുകന്മാരാണ് പക്ഷികളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളത്. അപ്പൊ അതും ജടായുവിനെ പോലെ പർവ്വതാകാരമായിട്ടുള്ള ആ പക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കരുതരുത് എന്ന് പറയും. അത്രയും ഗംഭീരന്മാരാണ്. നമ്മുടെ അവിടെ ആശ്രമത്തില് ഓട്ടിന്റെ പുറത്തിരുന്നിട്ട് അത് തിരിച്ച് പറന്നു പോകുമ്പോ 2 ഓടും കൊണ്ടുപോകും. അതിന്റെ നഖത്തില് ഓട് കൊടുക്കും. അങ്ങനെ എത്ര ഓട് മാറ്റിക്കഴിഞ്ഞു അറിയോ? ഇടയ്ക്കിടയ്ക്ക് ഓട് മാറും. ഓട് പൊട്ടും, ഓട് കൊണ്ടുപോകും. മുക്കോടൊക്കെ പറന്നു പോകും. അപ്പൊ എന്തായാലും വീണ്ടും രണ്ടാമത്തെ വില്ലിനെയും പൊട്ടിച്ചു എന്നാണ്.
കാഞ്ചനോരച്ഛതാൻ ദിവ്യാൻ പിശാചവദനാൻ ഖരാൻ താംശ്ചാസ്യ ജവസമ്പന്നാൻ ജഗാന സമരേ ബലി. ആ ബലവാനായിട്ടുള്ള ഈ ജടായു സമരേ അസ്യതാൻ കാഞ്ചനോരച്ഛതാൻ, അവന്റെ വാഹനം ദിവ്യങ്ങളായിരിക്കുന്ന പിശാചവദനാൻ ജവസമ്പന്നാൻ ഖരാൻ. ഖരങ്ങൾ എന്നാൽ കഴുതകൾ, കോവർ കഴുതകളെ കെട്ടിയതാണ് രഥം. അപ്പോ പിശാചുക്കളെ പോലെ വായുള്ളതും ദിവ്യങ്ങളുമായിരിക്കുന്ന ആ കാഞ്ചനം, ഉരച്ഛന്നം എന്ന് പറഞ്ഞാല് ഉരച്ഛതം, അവറ്റകൾക്കും കവചമുണ്ട്. ഈ വാഹനങ്ങൾക്കും കവചം കെട്ടിക്കൊടുക്കും, ആരും അസ്ത്രം ചെയ്ത് വീഴാതിരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സ്വർണം കൊണ്ടുള്ള കവചം ധരിച്ചിരിക്കുന്ന ദിവ്യങ്ങളായ ഈ കഴുതകളെ ജഗാനാം കൊന്നുവീഴ്ത്തി. ആര്? ജടായു അടിച്ചു കൊന്നുവീഴ്ത്തി. വരം ത്രിവേണു സമ്പന്നം കാമകം പാവകാർച്ചിഷം മണിഹേമ വിചിത്രാംഗം ബഭഞ്ച മഹാരഥം. വരം ത്രിവേണു സമ്പന്നം കാമകം പാവകാർച്ചിഷം മണിഹേമ വിചിത്രാംഗം മഹാരഥം ച ബഭഞ്ച. അവന്റെ വലിയ രഥത്തെയും ഭഞ്ജിച്ചു, ചവിട്ടിയും ചിറകുകൊണ്ടടിച്ചും ഈ വലിയ രാവണന്റെ രഥത്തെ ഭഞ്ജിച്ചു. അപ്പൊ അത് വളരെ വരമാണ്, അഥവാ ശ്രേഷ്ഠമാണ്. ത്രിവേണു സമ്പന്നം, ത്രിവേണു എന്ന് പറഞ്ഞാൽ നുകത്തടികൾ, നുകത്തടികളോട് കൂടിയതും കാമകം വിചാരിച്ചിടത്തേക്ക് സഞ്ചരിക്കുന്നതും തീജ്വാല പോലെ പ്രകാശമുള്ളതും മണിഹേമ വിചിത്രാംഗം രത്നങ്ങളും സ്വർണം കൊണ്ടും അലങ്കരിക്കപ്പെട്ടതുമായിട്ടുള്ള മഹാരഥത്തെ ജടായു ഭഞ്ജിച്ചു, തകർത്തു കളഞ്ഞു. പൂർണ്ണചന്ദ്രപ്രതീകാശം ഛത്രം ചരജനൈ സഹ പാതയാമാസ വേഗേന ഗ്രാഹിവി രാക്ഷസൈ സഹ. ആ രാവണന്റെ വെൺകൊറ്റക്കുട, അത് ചന്ദ്രനെ പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഛത്രം, അതിന്റെ വ്യജനൈഹി സഹ ആലവട്ടങ്ങളോടുകൂടെ, ചാമരങ്ങളോടുകൂടെ അത് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് പുറകിൽ, രാക്ഷസന്മാര്. ഗ്രാഹിബിഹി രാക്ഷസൈ സഹ, അത് ഗ്രഹിച്ചിരിക്കുന്ന രാക്ഷസന്മാരോടുകൂടെ വേഗേന പാതയാമാസ, തന്റെ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് പതിപ്പിച്ചു. സാരഥേശ്ചാസ്യ വേഗേന തുണ്ടേനൈവ മഹച്ചിരഃ പുനർവ്യാപഹരത് ശ്രീമാൻ, പുനർവ്യവഹരത് ശ്രീമാൻ പക്ഷിരാജോ മഹാബലഃ. മഹാബലഃ ശ്രീമാൻ പക്ഷിരാജഃ. ഈ ജടായു അസ്യ സാരഥേഹേ മഹച്ചിരഃ, ആ രാവണന്റെ സാരഥിയുടെ വലിയ ശിരസിനെ തുണ്ടേന ഏവ വേഗേന പുനഃ വ്യാപാഹരത്, തന്റെ തുണ്ടം എന്നാൽ കൊക്ക്, ചുണ്ട് തന്നെയാണ് തുണ്ടം. സംസ്കൃതത്തിൽ തുണ്ടം, മലയാളത്തിൽ ചുണ്ടായി. അപ്പോ അതിന്റെ ചുണ്ടുകൊണ്ട്, പക്ഷിയുടെ ചുണ്ടാണ് കൊക്ക്, അതുകൊണ്ട് വേഗേന പുനഃ വ്യപാഹരത്, വേഗത്തിൽ കൊത്തിക്കളഞ്ഞു, കൊത്തി മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു എന്നർത്ഥം. സഭഗ്നതന്വാ വിരതോ ഹതാശ്വോഹത സാരഥി അങ്കേനാദായ വൈദേഹി പപാദപുവിരാവണഃ. സഹ രാവണഃ ഭഗ്നതന്വാ വിരതഃ ഹതാശ്വഃ. ആ രാവണൻ തന്റെ വില്ല് പൊട്ടിയവനും രഥം നശിച്ചവനും അശ്വങ്ങൾ നശിച്ചവനുമായിട്ടുള്ള ഹതസാരഥി, സാരഥിയും കൊല്ലപ്പെട്ടവനായ രാവണൻ വൈദേഹിയും അങ്കേനാദായ ഭുവിപപാദ, ആ സീതയെ തന്റെ മടിയിൽ വെച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ചാടി. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ രാവണം ഭഗ്നവാഹനം സാധു സാധ്യതേ ഭൂതാനി ഗൃത്രരാജം അപൂജയൻ. ഭൂതാനി രാവണം ഭഗ്നവാഹനം ഭൂമൗ നിപതിതം ദൃഷ്ട്വാ. മറ്റുള്ള ജീവജാലങ്ങളെല്ലാം, ചുറ്റുമുള്ള കാണുന്നവരെല്ലാം ഈ രാവണൻ ഇങ്ങനെ ഭൂമിയിൽ പതിച്ചത് കണ്ടിട്ട്, വാഹനമെല്ലാം നശിച്ച് ഭൂമിയിൽ പതിച്ചവനായി കണ്ടിട്ട് സാധു സാധു യതി, ഉത്തമം ഉത്തമം ഗംഭീരം ഭേഷ് ഭേഷ് എന്ന് ആ ഗൃധ്രരാജം അപൂജയെന്ന് ജടായുവിനെ പുകഴ്ത്തി പൂജിച്ചു. എല്ലാവരും കൂടി ജടായുവിന് ജയ് വിളിച്ചു എന്നർത്ഥം. തൽക്കാലം രാവണന്റെ നേരെ ജയം നേടിയിരിക്കുകയാണ്. പരിശ്രാന്തം തു തം ദൃഷ്ട്വാ ജരയാ പക്ഷിയൂതവം ഉൽപപാദ പുനർഹൃഷ്ടോ മൈഥിലീം ഗൃഹ്യ രാവണഃ. രാവണഃ തം പക്ഷിയൂതവം ജരയാ പരിശ്രാന്തം ദൃഷ്ട്വാ. രാവണൻ ആ പക്ഷിരാജാവിനെ കാണുകയാണ്. എങ്ങനെ? ജരയാ പരിശ്രാന്തം. ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. വാർദ്ധക്യം കൊണ്ട് ക്ഷീണിതനാണ് ആര്? ജടായു. 60,000 വയസ്സായതാണ്. അപ്പൊ അത് കണ്ടിട്ട് ഹൃഷ്ടഃ,
യുവാവായ രാവണന് സന്തോഷമായി, ഹർഷമുണ്ടായി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നുള്ള മട്ടില് ഒന്ന് നോക്കിയിട്ട് മൈഥിലിയും ഗൃഹ്യ പുനഃ ഉൽപപാദ, മൈഥിലിയെയും എടുത്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് വീണ്ടും ഉൽപ്പതിച്ചു, മുകളിലോട്ട് പൊങ്ങി. തം പ്രഹൃഷ്ടം നിധായാംഗേ ഗച്ഛന്തം ജനകാത്മജാം രുദ്രരാജ സമുൽപത്യ സമഭിദ്രുത്യ രാവണം സമാവാര്യ മഹാതേജ ജടായുർ ഇദമബ്രവീത്. ആ മഹാതേജ രുദ്രരാജ ജടായു, തേജസ്വിയായ പക്ഷിരാജാവായ കഴുകരാജാവായുള്ള ജടായു ജനകാത്മജാം അംഗേ നിതായ പ്രഹൃഷ്ടം ഗച്ഛന്തം തം രാവണം സമുൽപത്യ, തന്റെ മടിയിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ പൊങ്ങിപ്പോകുന്നവനായിട്ട് രാവണനോട്, രാവണന്റെ നേരെ സമുൽപത്യ കുതിച്ചു ചാടി, സമഭിദ്രുത്യ അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന്, സമാവാര്യ അവനെ ആവാരണം ചെയ്ത് അഥവാ നിവാരണം ചെയ്തുകൊണ്ട് തടഞ്ഞുകൊണ്ട് ഇതമബ്രവീത് ഇപ്രകാരം പറഞ്ഞു. വജ്ര സംസ്പർശ ബാണസ്യ ഭാര്യാം രാമസ്യ രാവണ അല്പബുദ്ധേ ഹരസ്യേനാം വധായ ഖലു രക്ഷസാം. അല്പബുദ്ധേ രാവണ, അല്പബുദ്ധിയായ ഹേ രാവണ, വജ്ര സംസ്പർശ ബാണസ്യ രാമസ്യ ഭാര്യാം, വജ്രായുധം പോലെയുള്ള ബാണങ്ങളുള്ളവനായ രാമന്റെ ഈ ഭാര്യയെ, ഏനാം ഇവളെ രക്ഷസാം വധായ ഖലു ഹരസി, നീ കൊണ്ടുപോകുന്നത് രാക്ഷസന്മാരുടെ വധത്തിനായി കൊണ്ടാണ്. രാക്ഷസന്മാര് നശിക്കാൻ വേണ്ടിയിട്ടാണോ നീ കൊണ്ടുപോകുന്നത്? സമിത്രബന്ധു സാമാത്യ സബല സപരിക്ഷത വിഷപാനം പിബസ്യേതത് പിപാസി ദൈവോദകം. നീ നിന്റെ ബന്ധുക്കളോടുകൂടി നശിക്കും. ആരൊക്കെ? സമിത്രബന്ധു, മിത്രന്മാരും ബന്ധുക്കളും അടക്കം. സാമാത്യ നിന്റെ അമാത്യന്മാര് മന്ത്രിമാരോടുകൂടെ. സബലഹ നിന്റെ ബലം അഥവാ സൈന്യത്തോടുകൂടെ. സപരിക്ഷത നിന്റെ പരിവാരങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാരോടും കൂടെ. പിപാസിത ഉദകം ഇവ, വെള്ളം ദാഹിച്ചവൻ വെള്ളത്തെ എന്ന പോലെ. ഏതത് വിഷപാനം പിബസി, ഇപ്പൊ നീ എന്താ ചെയ്യണത്? വെള്ളമല്ല കുടിക്കുന്നത്, വിഷത്തെയാണ് കുടിക്കുന്നത്. എങ്ങനെ? രാമന്റെ ഭാര്യയായ സീതയെ നിന്റെ സുഖത്തിനു വേണ്ടി അപഹരിക്കുന്നത്, നിന്റെ ദാഹം മാറാൻ അപഹരിക്കുന്നത് നിന്റെ നാശത്തിനായിട്ടേ ഭവിക്കുള്ളൂ. നിന്റെ വംശത്തിന് മുഴുവൻ നാശമായിരിക്കും. അനുബന്ധം അജാനന്ദഃ കർമ്മണാം അവിചക്ഷണാഃ ശീഘ്രമേവ വിനശ്യന്തി യഥാ ത്വം വിനശിഷ്യസി. അവിചക്ഷണാഃ കർമ്മണാം അനുബന്ധം അജാനന്ദഃ. എന്താ പറയും? അവിചക്ഷണന്മാർ എന്നാൽ ദീർഘദൃഷ്ടി ഇല്ലാത്തവർ, വിവേകമില്ലാത്തവർ, വരും വരായികകളെ കാണാത്ത മൂഢന്മാർ. അവര് കർമ്മണാം അനുബന്ധം അജാനന്ദഃ, അവരുടെ പ്രവൃത്തിയുടെ അനുബന്ധ ബലം എന്തായിരിക്കുന്ന അറിയാതെ, വരും വരായികളെ ചിന്തിക്കാതെ. ശീഘ്രമേവ വിനശ്യന്തി, പെട്ടെന്ന് നശിച്ചു പോകുന്നു. യഥാ ത്വം വിനശിഷ്യസി, അതുപോലെ തന്നെ നീയും നിന്റെ അവിവേക പ്രവൃത്തി കൊണ്ട് നശിച്ചു പോകും. ബദ്ധസ്ത്വം കാലപാശേന ക്വ ഗതസ്തസ്യ മോക്ഷ്യസേ വധായ ബഡിശം ഗൃഹ്യ സാമിഷം ജലജോ യദാ. അപ്പൊ കാലപാശേന ബദ്ധഃ ത്വം ക്വ ഗതഃ തസ്യ മോക്ഷ്യസേ. കാലന്റെ പാശത്താൽ ബന്ധിതനായ നീ എവിടെ ചെന്നിട്ട് അതിനെ മോചിപ്പിക്കാനാണ്? കാലന്റെ പാശത്താൽ ഒരിക്കൽ ബന്ധനായി കഴിഞ്ഞാൽ പിന്നെ എവിടെ ചെന്നാലും ആർക്കും മോചിപ്പിക്കാൻ പറ്റില്ല. കാലം കയറിട്ടായിട്ടതാണ്, അതിനെ ഊരാൻ ആർക്കും സാധ്യമല്ല. അല്ലേ? കാലകാലനായ മഹാദേവൻ മാത്രം വിചാരിക്കണം, മാർക്കണ്ഡേയനെ രക്ഷിച്ചതുപോലെ. അല്ലാതെ വേറെ ആർക്കും കാലം കയറിട്ട് കഴിഞ്ഞാൽ രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പൊ നീയും അതുപോലെയാണ്. ബദ്ധഹത്വം കൊകതഹ, എവിടെ ചെന്നിട്ട് തസ്യ മോക്ഷസേ, ആ കാലപാശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നു. ഏതുപോലെ? സാമിഷം ബഡിശം ബധായ ഗൃഹ്യ ജലജഹ യഥാ. ജലജം എന്നാൽ ജലത്തിൽ ജനിച്ചത് എന്തും ജലജങ്ങളാണ്. ഇവിടെ മീൻ എന്നർത്ഥം. മത്സ്യം, ബഡിശം എന്ന് പറഞ്ഞാൽ ചൂണ്ട, ചൂണ്ടയിട്ടിട്ട് മത്സ്യത്തെ പിടിക്കും. അപ്പൊ അതിൽ അല്പം മാംസം വെക്കുക, അതാണ് സാമിഷം. ആമിഷത്തോടു കൂടിയ ചൂണ്ടലിനെ തന്റെ നാശത്തിന് ഗ്രഹിക്കുന്ന ജലജത്തെ പോലെ. സ്വന്തം നാശത്തിനാണ് ഈ മത്സ്യം ഈ മാംസത്തെ ഭക്ഷിക്കുന്നത് എന്ന് അറിയുന്നില്ല. കാരണം അതിന്റെ ഉള്ളില് അതിന്റെ ബഡിശം, ചൂണ്ട മറഞ്ഞു കിടക്കുകയാണ്. അതുപോലെയാണ് നീ കാലപാശത്താൽ ബന്ധനസ്ഥനാണ്.
നീ സീത എന്ന മാംസത്തെ ഭക്ഷിക്കുന്ന മത്സ്യമാണ്. പക്ഷേ ഈ സീതയെ ഭക്ഷിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ മരണം എന്ന ചൂണ്ട നിന്നെ കൊളുത്തിയിട്ടുണ്ട് എന്ന് താല്പര്യം. നഹി ജാതു ദുരാദർശൗ കാകുസ്തൗ തവ രാവണ ദർശനം ജാസ്ത്രമസ്യാസ്യ ക്ഷമിഷ്യേതതു രാഘവൗ. ഹേ രാവണ, ദുരാദർശൗ കാകുൽസ്തൗ രാഘവൗ തു. ആരാലും ജയിക്കപ്പെടാത്തവരായ കാകുൽസ്ത വംശജന്മാരായ രാഘവന്മാർ രണ്ടുപേര്, രാമലക്ഷ്മണന്മാർ, തവ അസ്യ ആശ്രമസ്യ ദർശനം ജാതുഹീന ക്ഷമിഷ്യേത. നീ ചെയ്തതായിട്ടുള്ള അവരുടെ ഈ ആശ്രമത്തെ ദുഷിപ്പിച്ചില്ലേ, അതിക്രമിച്ചു വന്നില്ലേ, ആ ദർശനത്തെ ഒരിക്കലും ന ക്ഷമിഷ്യേത, ക്ഷമിക്കുകയില്ല. യഥാ ത്വയാ കൃതം കർമ്മ ഭീരുണാലോകഗർഹിതം തസ്കരാചരിതോ മാർഗോ നൈഷ വീരനിഷേവിതഃ. ഭീരുണാ ത്വയാ യഥാകൃതം കർമ്മ ലോകഗർഹിതം. ഭീരുവായ നിന്നാൽ ചെയ്യപ്പെട്ട ഈ കർമ്മം ലോകത്താൽ നിന്ദിക്കപ്പെടുന്നതാണ്. നീ ഭീരുവാണ്, ഉറപ്പാണ്. അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ ഉള്ളപ്പോഴല്ലേ വരേണ്ടത്. നീ ധൈര്യമുള്ള ആണാണെങ്കിൽ, അല്ലേ, നീ ധൈര്യമുള്ളവരാണെങ്കിൽ രാമന്റെ മുമ്പിൽ വെച്ച് സീതയെ അപഹരിച്ചു കൊണ്ടുപോകും. ഇത് രാമനില്ലാത്തപ്പോ രാമനെ അകറ്റിയിട്ട് ഒറ്റയ്ക്ക് സീത ഏകാകിനിയായിരിക്കുമ്പോ അബലയായിട്ട് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഭീരുത്വമാണ്. ഏഷഃ മാർഗഃ തസ്കരാചരിതഃ ന വീരനിഷേവിതഃ. നിന്റെ ഈ വഴി ഉണ്ടല്ലോ, ഈ കുറുക്ക് വഴി കള്ളന്മാർ ചരിക്കുന്ന വഴിയാണ്, വീരന്മാർ സേവിക്കുന്ന മാർഗമല്ല. അപ്പൊ നീ ഒരു വീരനാണോ? മൂഢൻ, ഭീരു എന്ന് പറഞ്ഞ് രാവണനെ നിന്ദിക്കുകയാണ്. യുദ്ധ്യസ്വ യദി ശൂരോസി മുഹൂർത്തം തിഷ്ഠ രാവണ ശൈഷ്യസേ ഹതോ ഭൂമൗ യഥാ ഭ്രാതാധരസ്തദാ. ഹേ രാവണ, ശൂരഃ യദി അസി യുദ്ധ്യസ്വ. നീ ശൂരനാണ്, പരാക്രമിയാണെങ്കിൽ നീ യുദ്ധം ചെയ്യ. മുഹൂർത്തം തിഷ്ഠ, അല്പനേരം നീ ഇവിടെ നിൽക്ക. ഭ്രാതാകരഃ യഥാ, നിന്റെ സഹോദരൻ ഖരൻ എങ്ങനെ കൊല്ലപ്പെട്ടുവോ തഥാ ഹതഃ, അപ്രകാരം കൊല്ലപ്പെട്ട ഭൂമൗ ശൈഷ്യസേ, നീ ഭൂമിയിൽ ശയിക്കും. പരേതകാലേ പുരുഷോ യത്കർമ്മ പ്രതിപദ്യതേ വിനാശായാത്മനോ അധർമ്മ്യം പ്രതിപന്നോസി കർമ്മ തത്. അപ്പോ പരേതകാലേ, പരലോകത്തേക്ക് പോകുന്ന സമയത്ത് മരണമാസന്നമാകുമ്പോഴാണ് പുരുഷ ആത്മനഃ വിനാശായ യത് അധർമ്മ്യം കർമ്മ പ്രതിപദ്യതേ. സ്വന്തം നാശത്തിനായിക്കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അധർമ്മത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ അധർമ്മം സ്വീകരിച്ചാൽ വിനാശകാലം. തത് കർമ്മ പ്രതിപന്നഃ അസി, അപ്രകാരമുള്ള കർമ്മത്തെ നീ പ്രാപിച്ചിരിക്കുന്നു. നീ അധർമ്മം ചെയ്തതുകൊണ്ട് നിന്റെ മരണകാലം അടുത്തിരിക്കുന്നു. പാപാനുബന്ധോ വൈ യസ്യ കർമ്മണ തത് കുർവീത ലോകാധിപതിഃ സ്വയംഭൂർഭഗവാനപി. യസ്യ കർമ്മണഃ പാപാനുബന്ധഃ വൈ തത്കർമ്മ ലോകാധിപതിഃ സ്വയംഭൂഃ ഭഗവാനപി കഃ നു കുർവീത. ഏതൊരു കർമ്മത്തിനാണോ പാപം അനുബന്ധമായി ഫലമായിട്ടുള്ളത്, അങ്ങനെയുള്ള കർമ്മത്തെ മൂന്ന് ലോകങ്ങൾക്ക് നാഥനായ ബ്രഹ്മദേവൻ, സ്വയംഭൂ ബ്രഹ്മദേവൻ പോലും ചെയ്യുകയില്ല. എന്നുവെച്ചാൽ ബ്രഹ്മദേവന് പോലും അതിൽ പേടിയാണ്. അങ്ങനെയുള്ളപ്പോ നീ ഇത് ചെയ്യുന്നുവല്ലോ.
ഓം. അപ്പോ പാപമാകുന്ന ഫലത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമാണെങ്കിൽ ബ്രഹ്മദേവൻ പോലും ചെയ്യില്ല. അങ്ങനെയുള്ള കർമ്മമാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. ഏവമുക്ത്വാ ശുഭം വാക്യം ജടായുസ്തസ്യ രക്ഷസഃ നിപപാത വൃശം പൃഷ്ഠേ ദശഗ്രീവസ്യ വീര്യവാൻ. ആ വീര്യവാൻ ജടായുഹു, പരാക്രമിയായിട്ടുള്ള ജടായു, ശുഭം വാക്യമേവ മുക്ത്വാ, രാവണനോട് ഇങ്ങനെയുള്ള നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും പിന്തിരിയാതെ സീതയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ തസ്യ രക്ഷസഃ ദശഗ്രീവസ്യ പൃഷ്ഠേ വൃശം നിപപാത, ആ രാക്ഷസനായ ദശഗ്രീവന്റെ പുറകിൽ ചെന്ന് പതിച്ചു, മുതുകത്ത് ചെന്ന് കയറിയാല് പക്ഷിരാജാവായിട്ടുള്ള ജടായു നർത്തം പിന്നിലൂടെ അവന്റെ മുതുകത്ത് കയറി പാഞ്ഞു കയറി. തം ഗൃഹീത്വാ നഖൈസ്തീക്ഷ്ണൈഃ വിരരാജ സമന്തതഃ അതിരൂഢോ ഗജാരോഹോ യഥാസ്യാ ദുഷ്ടവാരണം. അതിരൂഢഃ, അവന്റെ മുതുകത്ത് കയറിയിരിക്കുന്നവൻ, അതിരോഹണം ചെയ്ത ജടായു, തം ഗൃഹീത്വാ, അവനെ തന്റെ കാലുകളെ കൊണ്ട് മുറുക്ക പിടിച്ചിട്ട്, തീക്ഷ്ണൈ നഖൈഹി സമന്തതഃ വിരരാജ, മൂർച്ചയേറിയ നഖങ്ങളെ കൊണ്ട് എല്ലാ ഭാഗത്തും മാന്തി പൊളിച്ചു, കീറിപ്പൊളിച്ചു എന്നർത്ഥം. ഏതുപോലെ ഗജാരോഹ ദുഷ്ടവാരണം സ്യാദ്യതാ, ഗജാരോഹൻ എന്ന് പറഞ്ഞാൽ ആനപ്പുറത്ത് കയറിയ പാപ്പാൻ. ആന ദുഷ്ടനായി കഴിഞ്ഞാൽ മതം പൊട്ടിയിട്ട് അടങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മുകളിലിരിക്കുന്ന ആനപ്പാപ്പാൻ അയാളുടെ കയ്യിലുള്ള അങ്കുശം കൊണ്ട്, ആ ഹുക്ക് കൊണ്ട് ആനയുടെ പല ഭാഗത്തും പിടിച്ചു വലിക്കും, അല്ലേ? മർമ്മങ്ങളിലൊക്കെ പിടിച്ചു വലിക്കും. അതുപോലെ ഇവൻ രാവണനൊരു ആന, മതയാനയെ പോലെ അടക്കമില്ലാതിരിക്കണു. ജടായു പുറകിൽ പാപ്പാനെ പോലെ കയറി ഇരുന്നിട്ട് അവനെ നഖങ്ങളെ കൊണ്ട് കീറി മുറിക്കുന്നു എന്നർത്ഥം. വിരരാജനഗൈരസ്യ തുണ്ടം പൃഷ്ഠേ സമർപ്പയന് കേശാംശ്ചോൽപാടയാമാസ നഖപക്ഷമുഖായുധഃ. നഖപക്ഷമുഖായുധഃ, ആര്? ജടായു. 3 ആയുധങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 10 നഖങ്ങള്, അതുപോലെ പക്ഷം എന്ന് പറഞ്ഞാൽ ചിറകുകള്, ചുണ്ട്, മുഖം.
ഇവിടെ ചുണ്ടും ആയുധമാണ്, കൊക്ക്. അപ്പൊ 3 തരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയവനായിട്ടുള്ള ജടായു അസ്യ പൃഷ്ഠേ തുണ്ടം സമർപ്പയൻ, അവന്റെ മുതുകത്ത് കൊക്കുകൊണ്ട് കൊത്തിയിട്ട് എന്നർത്ഥം. വീരരാധ കൊക്കുകൊണ്ടും കൊത്തിപ്പൊളിച്ചു, കാലുകൊണ്ടും അന്തിപ്പൊളിച്ചതിന്റെ പുറമെ കൊക്കുകൊണ്ട് കൊത്തിപ്പൊളിച്ചു. നഖൈഹി കേശാഞ്ച ഉത്പാടയാമാസ, നഖങ്ങളെ കൊണ്ട് അവന്റെ തലയിലുള്ള മുടിയൊക്കെ പറിച്ചെടുത്തു, പുഴക്കിയെടുത്തു എന്നാണ്. സതദാ ഗൃധ്രരാജേന ക്ലിശ്യമാനോ മുഹുർമുഹു അമർഷസ്ഫുരിതോഷ്ഠസന് പ്രാഗംബദ സരാവണ. ഗൃധ്രരാജേന മുഹുഹു മുഹുഹു തഥാ ക്ലിശ്യമാനഃ സഹ. അപ്പൊ ആ കഴുകരാജാവിനാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ക്ലേശിപ്പിക്കപ്പെടുന്നവനായ രാവണൻ, സഹ രാവണഃ അമർഷസ്ഫുരിതോഷ്ഠഃ സന് പ്രാകമ്പത, അമർഷം കോപം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടോട് കൂടിയവനായിട്ട് പിടയുകയാണ്, അല്ലെങ്കിൽ അവന്റെ പിടിയിൽ നിന്ന് കുതറാനായിട്ട് ചലിക്കുകയാണ്. സംപരിഷ്വജ്യ വൈദേഹി വാമേനാംഗേന രാവണഃ തലേന അഭിജഗാനാർത്തോ ജടായും ക്രോധമൂർച്ഛിതഃ. ആർത്തഃ രാവണഃ ക്രോധമൂർച്ഛിതഃ, ക്രോധം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്തവനായിട്ടുള്ള പീഡിതനായ രാവണൻ വൈദേഹിയും വാമേനാംഗേന സംപരിഷ്വജ്യ, സീതയെ തന്റെ ഇടത്തെ മടിയിൽ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ജടായും തലേന അഭിജഗാന, ജടായുവിനെ തന്റെ കരതലം കൊണ്ട് അടിച്ചു, പ്രഹരിച്ചു. ജടായുസ്തം അഭിക്രമ്യ തുണ്ടേനാസ്യ ഖഗാദിഭഃ വാമബാഹൂൻ ദശ തദ്ആൻ വ്യപാഹരത് അരിന്ദമഃ. അരിന്ദമഃ ഗഗാദിഭഃ ജടായുഃ, ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നവനായ ആ ജടായു, പക്ഷിരാജാവായ ജടായു, തം അഭിക്രമ്യ, അവനെ ആക്രമിച്ചുകൊണ്ട് അസ്യ ദശ വാമബാഹൂൻ തുണ്ടേന തഥാ വ്യപാഹരത്, ആ രാവണന്റെ 10 ഇടത്തെ കൈകളെ തന്റെ കൊക്കുകൊണ്ട് മുറിച്ചിട്ടു. രാവണന്റെ ഇടത്ത് ഭാഗത്തുള്ള 10 കൈകളെയും ജടായു മുറിച്ചു വീഴ്ത്തി. സഞ്ചിന്ന ബാഹോ സദ്യൈവ ബാഹവ സഹസാഭവൻ വിഷജ്വാലാവലിയുക്ത വൽമീകാദിവ പന്നഗാഃ. സംഛിന്ന ബാഹോ, ഛേദിക്കപ്പെട്ട കൈകളോട് കൂടിയവനായിട്ടുള്ള ആ രാവണന്റെ ആ കൈകൾ എവിടുന്ന് മുറിഞ്ഞുവോ അതൊരു മാളം പോലെ, അതിൽ നിന്ന് പാമ്പുകൾ പുറത്തേക്ക് വരും പോലെ വീണ്ടും 10 കൈകൾ വന്നു. അതാണ് വിഷജ്വാലാവലിയുക്താഹ പന്നഗാഹ വൽമീകാദിവ. വിഷജ്വാലകളോട് കൂടിയതായിട്ടുള്ള പന്നകങ്ങൾ, സർപ്പങ്ങൾ ഒരു മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരും പോലെ ഇവന്റെ 10 കൈകള്, ഇടത് കൈകള് വൽമീകാത്, പുറ്റിൽ നിന്ന്, വൽമീകം പുറ്റാണ്, പുറ്റിൽ നിന്ന് ബാഹവ സദ്യയേവ സഹസാഭവന്, അവന്റെ ബാഹുക്കൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഭവിച്ചു, കാലതാമസമൊന്നുമില്ല. മുറിഞ്ഞു വീണ പാത്രയിൽ തന്നെ പാമ്പ് പുറത്തേക്ക് തല കാണിക്കും പോലെ 10 കൈകളും മുളച്ചു. തദക്രോധാദശഗ്രീവഃ സീതാമുത്സൃജ്യ വീര്യവാൻ മുഷ്ടിഭ്യാം ചരണാഭ്യാം ച ഗൃധ്രരാജം അപോദയത്. തതഃ വീര്യവാൻ ദശഗ്രീവഃ സീതാമുത്സൃജ്യ, പരാക്രമിയായ ദശഗ്രീവൻ സീതയെ വെടിഞ്ഞിട്ട് തൽക്കാലം ഭൂമിയിലിട്ടിട്ട് ഗൃധ്രരാജം മുഷ്ടിഭ്യാം ചരണാഭ്യാം ക്രോധാദപോദയത്, ആ പക്ഷിശ്രേഷ്ഠനെ തന്റെ മുഷ്ടികളെ കൊണ്ടും കാലുകളെ കൊണ്ടും ദ്വന്ദ്വയുദ്ധത്തിലൂടെ പ്രഹരിച്ചു. തതോ മുഹൂർത്തം സംഗ്രാമോ ബഭൂവാതുലവീര്യയോഃ രാക്ഷസാനാം ച മുഖ്യസ്യ പക്ഷിണാം പ്രവരസ്യ ച. തതഃ അതുലവീര്യയോഃ, വലിയ പരാക്രമികളായിട്ടുള്ള 2 പേർ, രാക്ഷസാനാം മുഖ്യസ്യ പക്ഷിണാം പ്രവരസ്യ ച, രാക്ഷസപ്രവരനും പക്ഷിപ്രവരനുമായിട്ടുള്ള 2 പേരും തമ്മിൽ മുഹൂർത്തം സംഗ്രാമഃ ബഭൂവ, അല്പനേരത്തേക്ക് ഭയങ്കര യുദ്ധമുണ്ടായി. തസ്യ വ്യായച്ഛമാനസ്യ രാമസ്യാർത്തേത രാവണഃ പക്ഷൗ പാർശ്വൗ ച പാദൗ ച ഖഡ്ഗം ഉദ്ധൃത്യ സോച്ഛിനത്. അത് സ രാവണഃ, അനന്തരം ആ രാവണൻ രാമസ്യാർത്തെ വ്യായച്ഛമാനസ്യ തസ്യ, രാമന് വേണ്ടി വിശേഷേണ കഷ്ടപ്പെടുന്നവനായിട്ടുള്ള ആ പക്ഷിയുടെ പാർശ്വവും പക്ഷവും, 2 വശങ്ങളിലുള്ളതായിട്ടുള്ള പക്ഷങ്ങളെയും ചിറകുകളെയും പാദവും 2 കാലുകളെയും ഖഡ്ഗമുദ്രത്യ അച്ഛനത്,
തന്റെ കയ്യിലുള്ള വാള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഛേദിച്ചു. ഇപ്പൊ ജടായുവിന്റെ 2 ചിറകുകളെയും 2 പാദങ്ങളെയും രാവണൻ ഛേദിച്ചു. സ ഛിന്നപക്ഷ സഹസ രക്ഷസാ രൗദ്രകർമ്മണ നിപപാത തതോ ഗൃദ്രോ ധരണ്യാം അല്പജീവിതഃ. രൗദ്രകർമ്മണ രക്ഷസാ സഹസാ ഛിന്നപക്ഷ സഹ ഗൃദ്രഃ. ക്രൂരകർമാവായ രാവണനാൽ പെട്ടെന്ന് ഛേദിക്കപ്പെട്ടതായിട്ടുള്ള ചിറകും അതുപോലെയുള്ള കാലോടും കൂടിയവനായിട്ടുള്ള കഴുകൻ തതഃ അല്പജീവിതഃ ധരണ്യാം നിപപാത. അല്പജീവൻ മാത്രം ബാക്കിയുള്ളവനായിട്ട് ഭൂമിയിലേക്ക് പതിച്ചു. മരിച്ചില്ല, മരണമാസന്നനായിക്കൊണ്ട് പതിച്ചു. തം ദൃഷ്ട്വാ പതിതം ഭൂമൗ ക്ഷതജാർദ്രം ജടായുഷം അഭ്യധാവത വൈദേഹി സ്വബന്ധും ഇവ ദുഃഖിതാ. വൈദേഹി തം ജടായുഷം ക്ഷതജാദ്രം ഭൂമൗ പതിതം ദൃഷ്ട്വാ. ആ സീതാദേവി ആ ജടായുസിനെ ക്ഷതജാർദ്രം, ക്ഷതജം ക്ഷതത്തിൽ ജലിച്ചത് രക്തം, മുറിവിൽ നിന്നുണ്ടായ രക്തത്തിൽ ആർദ്രമായവൻ കുളിച്ചവൻ. അപ്പൊ രക്തത്തിൽ കുളിച്ചവനായി ഭൂമിയിൽ പതിച്ചിരിക്കുന്നവനായ ആ ജടായുവിനെ കണ്ട് സ്വബന്ധും ഇവ ദുഃഖിത അഭ്യതാവത, തന്റെ ബന്ധു സ്വന്തം പിതാവിനെ പോലെ കരുതി. പിതാവിനൊരു ആപത്തുണ്ടായാൽ എങ്ങനെയാണോ മകൾ ഓടിച്ചെല്ലുക, അതുപോലെ സീതാദേവി ആ ജടായുവിന്റെ അടുത്തേക്ക് ദുഃഖിതയായിട്ട് പാഞ്ഞു ചെന്നു. തം നീലജീമൂത നികാശകൽപ്പം സുപാണ്ഡുരോരസ്കമുദാരവീര്യം ദദർശ ലങ്കാധിപതി പൃഥിവ്യാം ജടായുഷം ശാന്തമിവാഗ്നിതാവം. ലങ്കാധിപതി നീലജീമൂത നികാശകൽപ്പം സുപാണ്ഡുരോരസ്കം ഉദാരവീര്യം തൻ ജടായുഷം. ജടായുസിനെ വിശേഷിപ്പിക്കുകയാണ് ഒരു കാർമേഘം പോലെ കാന്തിയുള്ളവനും നീലജീമൂതം. ജീമൂതം മേഘമാണ്, നീലം കറുത്തത്. അപ്പൊ കറുത്ത മേഘം പോലെയുള്ള കാന്തിയുള്ളവനും സുപാണ്ഡുര ഉരസ്കം, എന്നാൽ മാറ് നല്ല വെളുത്തതാണ്. അപ്പൊ നമ്മുടെ ഗരുഡന്റെ വിഭാഗത്തിൽപ്പെട്ട തന്നെ മാറ് വെളുത്തതായിരിക്കുന്നതും ഉദാരവീര്യം തം ജടായുഷം, അതിബലവാനായിരിക്കുന്ന ജടായുസിനെ പൃഥിവ്യാം ശാന്തം അഗ്നിതാവം ഇവ ദദർശ. ഭൂമിയിൽ ഒരു കാട്ടുതീ ശാന്തമായാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ കണ്ടു. കാട്ടുതീ ഭയങ്കരമായിട്ട് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇത്ര നേരം, അല്ലേ? രാവണനാകുന്ന കാടിനു നേരെ ആക്രമിച്ച കാട്ടുതീയായിരുന്നു ആര്? ജടായു. രാവണനെ ഒരു കാട് പോലെ സങ്കല്പിക്കുക. എന്താ കാരണം? 20 കയ്യും 10 തലയും ഒക്കെ ആയിട്ടൊരു വലിയ, അല്ലെ, അനേക വൃക്ഷങ്ങൾ പോലെയുള്ളതായിട്ടുള്ള ശരീരം. അപ്പൊ അതിലേക്ക് പാഞ്ഞു കയറിയ ഒരു കാട്ടുതീയായിരുന്നു പാവം ജടായു. ഇപ്പൊ അത് ശമിച്ചിരിക്കുന്നു. കാട്ടുതീ കെട്ടുകിടക്കും പോലെ എങ്ങനെ ഇരിക്കും, അതുപോലെ വീണ് കിടക്കുകയാണ് ജടായു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവനെ കണ്ടു. തദസ്തുതം പത്രരഥം മഹീതലേ നിപാതിതം രാവണവേഗമർദ്ദിതം പുനഃ പരിഷ്വജ്യ ശശിപ്രഭാനന രുരോധ സീതാ ജനകാത്മജാ തതഃ ശശിപ്രഭാനന ജനകാത്മജാ സീതാ. അപ്പോൾ ചന്ദ്രനെ പോലെ പ്രഭയുള്ള മുഖത്തോടു കൂടിയവളായ സീതാദേവി, ജനകപുത്രിയായ സീത, രാവണവേഗമർദ്ദിതം, രാവണനാൽ ശക്തിയായി മർദ്ദിക്കപ്പെട്ടവനും, മഹീതലേ നിപാതിതം തം പത്രരഥം, ഭൂമിയിൽ വീണ് കിടക്കുന്നവനുമായ ആ പക്ഷീന്ദ്രനെ, പക്ഷിരാജാവിനെ തഥാ പരിഷ്വജ്യ, ആ സമയത്ത് ചെന്ന് തഴുകിക്കൊണ്ട് ആലിംഗനം ചെയ്യും പോലെയൊക്കെ തഴുകിയിട്ട് പുനഃ തുരുരോധ, വീണ്ടും വാവിട്ട് കരഞ്ഞു നിലവിളിച്ചു. ഇതി ആർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ അരണ്യകാണ്ഡേ ഏകപഞ്ചാശ സർഗഃ. ഇങ്ങനെ 51-ാം സർഗം പൂർണ്ണം. അടുത്ത സർഗം മുഴുവൻ സീതയുടെ വിലാപമാണ്. ജടായുവിനെ കുറിച്ചും സ്വന്തം കാര്യത്തെക്കുറിച്ചുള്ള വിലാപം, രാമനെ കുറിച്ചോർത്ത് വിലാപം. അങ്ങനെ 52-ാം സർഗം ദ്വിപഞ്ചാശ സർഗഃ. തം അല്പജീവിതം ഭൂമൗ സ്ഫുരന്തം രാക്ഷസാദിവഃ ദദർശകൃദ്രം പതിതം സമീപേ രാഘവാശ്രമാത്. ആ രാക്ഷസാദിവഃ, രാവണൻ, രാഘവാശ്രമാത് സമീപേ തം കൃദ്രം ഭൂമൗ അല്പജീവിതം പതിതം സ്ഫുരന്തം ദദർശ.
രാമന്റെ ആ ആശ്രമത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ആ ഗൃത്രരാജാവിനെ ജടായുവിനെ ഭൂമിയിൽ പതിച്ച് അല്പജീവനായി കിടക്കുന്ന പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഫുരന്തം, സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ പെടയുന്നതായിട്ട് കണ്ടു. സാതു താരാധിപമുഖി രാവണേന സമീക്ഷതം ഗൃത്രരാജം വിനിഹതം വിലലാപ സുദുഃഖിതാം. താരാധിപമുഖി സാതു, താരാധിപൻ ചന്ദ്രൻ, നക്ഷത്രങ്ങളുടെ രാജാവ്, നക്ഷത്രങ്ങളുടെ ഭർത്താവ് ഒക്കെയാണ് ചന്ദ്രൻ. അപ്പൊ ആ ചന്ദ്രമുഖിയായിരിക്കുന്ന സീതയാവട്ടെ തം ഗൃത്രരാജം രാവണേന വിനിഹതം സമീക്ഷ്യ, ആ പക്ഷിരാജാവ് രാവണനാൽ ഇങ്ങനെ വീഴ്ത്തപ്പെട്ടതായിട്ട്, മുറിവേൽപ്പിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ട് സുദുഃഖിതാ വിലലാപ, അതിദുഃഖിതയായി വിലപിച്ചു. നിമിത്തം ലക്ഷണജ്ഞാനം ശകുനിസ്വര ദർശനം അവശ്യം സുഖദുഃഖേഷു നരാണാം പ്രതിദൃശ്യത്തെ. നരാണാം സുഖദുഃഖേഷു ലക്ഷണജ്ഞാനം ശകുനിസ്വര ദർശനം നിമിത്തം അവശ്യം പ്രതിദൃശ്യത്തെ. നരന്മാരുടെ സുഖദുഃഖങ്ങൾ വരുമ്പോൾ, ആഗമിക്കുമ്പോൾ ലക്ഷണജ്ഞാനം, ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണം അഭിവ്യക്തമാകും എന്ന് പറഞ്ഞാലോ, എന്തെങ്കിലും നന്മ വരാനുണ്ടെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങൾ തുടിക്കും, അല്ലേ? പുരുഷന്മാർക്ക് വലത് കണ്ണ്, വലത് തോള്, വലത് തുട, ഇതൊക്കെ സ്ഫുരിച്ചാൽ നല്ല ലക്ഷണം. ഇടതാണെങ്കിലോ പുരുഷന്മാർക്ക് മോശം, സ്ത്രീകൾക്ക് ഇടത് നല്ലത്, വലത് മോശം. അപ്പൊ അതാണ് ലക്ഷണജ്ഞാനം, നിമിത്തജ്ഞാനം എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണജ്ഞാനം, ശകുനിസ്വര ദർശനം, ശകുനികൾ എന്നാൽ പക്ഷികൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതും നിമിത്തം അവശ്യം പ്രതിദൃശ്യത്തെ, ശകുനമായി നല്ലതുപോലെ കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ സീതാദേവിക്ക് നിമിത്തങ്ങൾ കാണുകയാണ് എന്നർത്ഥം. തന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. ഇനി സീതാദേവി രാവണന്റെ ബന്ധനത്തിൽ, കാരാഗൃഹത്തിൽ പോലെ എന്താ പറയാ, അശോക വനികയിൽ പോയി ബന്ധനസ്ഥയായി കഴിയാൻ പോണ അതിനുള്ള ശകുനങ്ങൾ ഇവിടെ കാണുകയാണ് എന്ന് പറയണം. നൂനം രാമ ന ജാനാസി മഹദ്വ്യസനമാത്മനഃ ദാവന്തി നൂനം കാകുൽസ്ഥം മദർത്ഥം മൃഗപക്ഷിണഃ. ഹേ രാമ, സീതയുടെ നിലവിളികളാണ്. ആത്മനഃ മഹദ്വ്യസനം നൂനം ന ജാനാസി, അങ്ങേക്ക് വന്നു ചേർന്നതായിട്ടുള്ള ഈ വലിയ വിഷമത്തെ അങ്ങ് അറിയുന്നില്ല. നൂനം മദർത്ഥം മൃഗപക്ഷിണഃ കാകുൽസ്ഥം ദാവന്തി. അതുകൊണ്ട് തന്നെയാണ് എന്റെ കാര്യത്തിൽ മൃഗങ്ങളും പക്ഷികളുമെല്ലാം രാമന്റെ അടുത്തേക്ക് ഇപ്പൊ പായുകയാണ്, രാമനെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. അയം ഹി പാപചാരേണ മാം ത്രാതും അഭിസംഗതഃ ശ്വേതേ വിനിഹതോ ഭൂമൗ മാം മമാഭാഗ്യാദ് വിഹംഗമഃ. മാം ത്രാതും അഭിസംഗതഃ അയം വിഹംഗമഃ. എന്നെ രക്ഷിക്കുവാൻ അടുത്തേക്ക് വന്ന ഈ പാവം പക്ഷി, വിഹംഗമം വിഹായസിൽ ഗമിക്കുന്നത് പക്ഷി എന്നർത്ഥം. പാപചാരേണ വിനിഹതഃ, ഈ മഹാപാപിയാൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ വെട്ടപ്പെട്ടു, മരിച്ചിട്ടില്ല, അപ്പോ ആക്രമിക്കപ്പെട്ടു. രാവണനെയാണ് പാപചാരി എന്ന് പറയുന്നത്. മഹാപാപിയായവനാൽ വെട്ടപ്പെട്ടിട്ട് മമ അഭാഗ്യാത് ഭൂമൗ ശ്വേതേ, എന്റെ ഭാഗ്യഹീനത്വം കൊണ്ട്, എന്റെ ദൗർഭാഗ്യം കൊണ്ട് ദാ ഭൂമിയിൽ വീണ് കിടക്കുന്നു പാവം. ത്രാഹിമാമദ്യ കാകുൽസ്ഥ ലക്ഷ്മണേതി വരാംഗന സുസംത്രസ്താ സമാക്രന്ദത് ശൃണ്വതാം തൂ യഥാന്തികേ. കാകുൽസ്ഥാ ലക്ഷ്മണ മാമദ്യ ത്രാഹി. ഹേ രാമ, ലക്ഷ്മണ, എന്നെ ഇപ്പോ രക്ഷിച്ചാലും ഇതി തു അന്തികേ ശൃണ്വതാം യഥാ. ഇപ്രകാരം രാമന്റെ അടുത്ത് കേൾക്കും പോലെ, രാമൻ എത്ര ദൂരെ പോയിട്ടുണ്ടെങ്കിലും അവിടേക്ക് അടുത്ത് കേൾക്കുന്ന പോലെ, ചെവിയിൽ കേൾക്കും പോലെ, വരാംഗനാ സുതന്ത്രസ്താ സമാക്രന്ദത്. ഉത്തമ സ്ത്രീയായ സീതാദേവി ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് നിലവിളിച്ചു. താം ക്ലിഷ്ടമാല്യാഭരണം വിലബന്ധീമനാദവത് അഭ്യധാവത വൈദേഹിം രാവണോ രാക്ഷസാധിപഃ. രാക്ഷസാധിപഃ രാവണഃ കൃഷ്ണമാല്യാഭരണാം അനാദവത് വിലബന്ധീം താം വൈദേഹീം അഭ്യധാവത. രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ
ക്ലിഷ്ടമായ മാല്യാഭരണങ്ങളോട് കൂടിയവളായ എന്ന് വെച്ചാൽ ദേവിയുടെ മാലകളും ആഭരണങ്ങളും ഒക്കെ ചതഞ്ഞിട്ടുണ്ട് ഈ മൽപ്പിടുത്തത്തില്. അങ്ങനെ കേടുവന്ന് ചതഞ്ഞിരിക്കുന്ന മാലകളും ആഭരണങ്ങളോടും കൂടി അനാഥയായി വിലപിക്കുന്നവളായ ആ വൈദേഹിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ് രാവണൻ. താം ലതാമിവ വേഷ്ടന്തീം ആലിംഗന്തീം മഹാദ്രുമാൻ മുഞ്ചേതി ബഹുശഃ പ്രവദൻ രാക്ഷസാദിഭഃ ക്രോശന്തീം രാമ രാമേതി ജഗ്രാഹാന്തകസന്നിഭഃ. അന്തകസന്നിഭഃ രാക്ഷസാദിഭഃ വേഷ്ടന്തീം ലതാമിവ മഹാദ്രുമാൻ ആലിംഗന്തീം രാമ രാമ ഇതി ക്രോശന്തീം താം മുഞ്ച ഇതി ബഹുശഃ പ്രവദൻ ജഗ്രാഹ. അപ്പൊ സീതയുടെ സങ്കടം നോക്കൂ, എന്തൊക്കെയാ കാണിക്കണമെന്ന്. രാവണൻ പിടിക്കാതിരിക്കാൻ സീത ചെന്ന് അടുത്തുള്ള മരങ്ങളെ ചെന്ന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന രാമനെ വിളിച്ചുകൊണ്ടതാണ്. ആ അന്തകസന്നിപനായ രാക്ഷസാധിപൻ സീതയെ ഗ്രഹിക്കുകയാണ്. എങ്ങനെ? എപ്പോൾ? വേഷ്ടന്തീം ലതാമിവ മഹാദ്രുമാൻ ആലിംഗന്തി. ലതകൾ, വള്ളികൾ എങ്ങനെയാണോ വൃക്ഷങ്ങളെ പടർന്നു കയറുക അതുപോലെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് സീതാദേവി വൃക്ഷങ്ങളില്. എന്നിട്ടോ രാമ രാമായിതി ക്രോശന്തീം രാമ രാമ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സീതയെ താം സീതാം മുഞ്ച ഇതി ബഹുശഃ പ്രവദൻ ജഗ്രാഹ. വിട എന്ന് പിന്നാലെ ചെന്ന് പിടിക്കുകയാണ് ആര്? സീതയെ. സീത എന്തിനെ വിടണം? മരത്തെ വിട്ടാലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ മരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സീതയോട് മരത്തിൽ നിന്നുള്ള പിടിവിട്, എന്നോടുകൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് സീതയെ പിടിച്ചു വലിക്കുന്നു. പല പ്രാവശ്യം പിടിച്ചു വലിച്ചു. പ്രദർശിതായാം സീതായാം ബഭുവ സചരാചരം ജഗൽ അമര്യാദം തമസാന്തേന സംവൃതം. സീതായാം പ്രദർശിതായാം, സീതാദേവി ഇങ്ങനെ പ്രദർശിതയാക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ പീഡിപ്പിക്കപ്പെടുക അഥവാ അന്യൻ കീഴ്പ്പെടുത്തുന്ന മാതിരി പിടിച്ചു വലിക്കുക. ആ സമയത്ത് സചരാചരം ജഗത് സർവം, ചരാചരാത്മകമായ ലോകം മുഴുവൻ അമര്യാദം അന്തേന തമസാ സംവൃതം ബഭൂവ. യാതൊരു പരിധിയുമില്ലാതെ പതിവില്ലാത്ത വിധം അന്ധകാരം കൊണ്ട് എല്ലായിടത്തും മൂടപ്പെട്ടതായി. രാവണൻ സീതയെ പിടിച്ചു വലിക്കുന്നതായിട്ട് സമയം ആകാശം മുഴുവൻ വെളിച്ചമില്ലാതായി, എല്ലായിടത്തും അന്ധകാരം നിറയും പോലെയായി. നവാദിമാരുതസ്തത്ര നിഷ്പ്രഭോ ദിവാകരഃ തത്ര മാരുതഃ നവാതി. ആ സമയത്ത് കാറ്റ് വീശുന്നില്ല, നിശ്ചലനായി പേടിച്ചു നിൽക്കുകയാണ്. ദിവാകരഃ നിഷ്പ്രഭഃ അഭൂത്, സൂര്യൻ പ്രഭയില്ലാത്തവനായി ഭവിച്ചു. ദൃഷ്ട്വാ ദീനാം പരാമൃഷ്ടാം സീതാം ദിവ്യേന ചക്ഷുഷാ കൃതം കാര്യം ഇതി ശ്രീമാൻ വ്യാജഹാര പിതാമഹഃ. ശ്രീമാൻ പിതാമഹഃ. ആ സമയത്ത് പിതാമഹനായ ബ്രഹ്മദേവൻ ദിവ്യേന ചക്ഷുഷാ സീതാം ദീനാം പരാമൃഷ്ടാം ദൃഷ്ട്വാ, ദിവ്യ ചക്ഷുസ്സുകൊണ്ട്, തന്റെ ജ്ഞാന ചക്ഷുസ്സുകൊണ്ട് ബ്രഹ്മലോകത്തിരുന്നു കൊണ്ട് സീതയെ ദീനയായി വലിച്ചഴക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് കാര്യം കൃതം ഇതി വ്യാജഹാര. ബ്രഹ്മദേവൻ അവിടെ ഇരുന്ന് പറയണ ആ കാര്യം വേണ്ടതായി കഴിഞ്ഞു. ഏത് കാര്യം? രാവണവധത്തിനുള്ള കാര്യം അല്ലെ? രാവണവധത്തിന് വേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇപ്പോ രാവണൻ ചെയ്തത്. സീതയെ സ്പർശിക്കുക എന്നുള്ളത്, സീതയെ ധിക്കരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രാമാവതാരത്തിന്റെ ആ ദൗത്യമായി എന്ന് ബ്രഹ്മദേവൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു എന്ന് പറയണം. എന്തായാലും നേരിട്ട് രാമനെ ഈശ്വരനായിട്ടൊന്നും പലയിടത്തും പറയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില ചില സൂചനകൾ ബ്രഹ്മദേവൻ കൺക്ലൂഡ് ചെയ്തു. ആയി അല്ലെ, മത്സ്യം ചൂണ്ടയിൽ കൊത്തും പോലെ രാവണൻ ചൂണ്ടയിൽ കൊത്തി, സീതയാകുന്ന ചൂണ്ടയില് കൊത്തിയിട്ടുണ്ട്. ഇനി രാമൻ പിന്നാലെ പൊക്കോളും. പ്രഹൃഷ്ടാവ്യതിദാശ്ചാസൻ സർവേ തേ പരമർഷയഃ
ദൃഷ്ട്വാ സീതാം പരാമൃഷ്ടാം ദണ്ഡകാരണ്യവാസിനഃ ശോകേന മഹദാവിഷ്ടാ ബഭൂവുർഗതചേതസഃ രാവണസ്യ വിനാശം ച പ്രാപ്തം ബുദ്ധ്വാ യദൃച്ഛയാം. ദണ്ഡകാരണ്യവാസിനഃ തേ പരമർഷയഃ സർവേ. ദണ്ഡകാരണ്യവാസികളായിട്ടുള്ള അവിടെയുള്ള ഋഷീശ്വരന്മാരെല്ലാവരും തന്നെ സീതാം പരാമൃഷ്ടാ ദൃഷ്ട്വാ, സീതാദേവിയെ ഈ രാവണനാൽ സ്പർശിക്കപ്പെട്ട് പിടിച്ചു വലിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് മഹദാ ശോകേനാവിഷ്ടാഹ, വലിയ ശോകത്തിൽ ആവേശിക്കപ്പെട്ടവരായി ഗതചേതസഃ വ്യതിദാഹ ആസന്ന്, അവരുടെ മനസ്സ് നഷ്ടപ്പെട്ടവരായി വ്യഥയുള്ളവരായി ഭവിച്ചു. യദൃച്ഛയാ പ്രാപ്തം രാവണസ്യ വിനാശം ച ബുദ്ധ്വാ പ്രഹൃഷ്ടാഹ ബഭൂവു. എന്നാൽ അവർക്ക് ഉള്ളുകൊണ്ടൊരു സന്തോഷവുമുണ്ട്. സീതയുടെ സങ്കടം കാണുമ്പോ വിഷമമുണ്ട്. അതാണ് യദൃച്ഛയാ പ്രാപ്തം, ദൈവാധീനത്താൽ പ്രാപിച്ചതായിട്ടുള്ള രാവണസ്യ വിനാശം ബുദ്ധ്വാ, രാവണന്റെ വിനാശകാരണമാണിത് എന്നറിഞ്ഞുകൊണ്ട് പ്രഹൃഷ്ടാഹ ബഭൂവു, അവർ ഹർഷമുള്ളവരായും ഭവിച്ചു. അവർ സമാധാനിച്ചു, സന്തോഷിച്ചു. രാവണന്റെ അന്ത്യത്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്ന് കരുതി. സതുതാം രാമ രാമേതി രുദന്തീം ലക്ഷ്മണേതി ച ജഗാമാദായ ചാകാശം രാവണോ രാക്ഷസേശ്വരഃ. ആ രാക്ഷസേശ്വരഃ സഹ രാവണഃ, ആ രാവണൻ രാമ രാമ ഇതി ലക്ഷ്മണ ഇതി രുദന്തീം താം ത്വാദായ, രാമരാമ എന്നും ലക്ഷ്മണ എന്നും നിലവിളിച്ചു കരയുന്നവളായ അവളെ എടുത്തുകൊണ്ട് ആകാശം ജഗാമ, ആകാശത്തേക്ക് ഗമിച്ചു. തപ്താഭരണവർണാംഗീ പീത കൗശേയവാസിനി രരാജ രാജപുത്രി തൂ വിദ്യുൽ സൗദാമിനി യഥാ. ആ രാജപുത്രി തപ്താഭരണവർണാംഗി, രാജകുമാരിയായ അവള് ദേഹത്തൊക്കെ ആഭരണങ്ങൾ ജ്വലിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവളായിട്ടുള്ളവള് പീത കൗശേയവാസിനി, മഞ്ഞപ്പട്ടും ധരിച്ചിട്ടുണ്ട്. ആ സീത വിദ്യുൽ സൗദാമിനി യഥാരരാജ. വിദ്യുൽ സൗദാമിനി എന്ന് പറഞ്ഞാൽ മിന്നൽ കൊടി. അപ്പൊ ഒരു മിന്നൽ കൊടിയെ പോലെ ശോഭിച്ചു. രാവണനാകുന്ന മേഘം അല്ലെ, കാർമേഘം പോലെയുള്ള വലിയ ശരീരം രാവണന്റെ. ആ രാവണൻ പിടിച്ചുകൊണ്ടുപോകുന്ന സീത അതിന്റെ ഇടയിലുള്ള മിന്നൽ പിണർ പോലെ ശോഭിച്ചു. തപ്താഭരണം ഉദ്ധൂതേന ച വസ്ത്രേണ തസ്യാഹ പീതേന രാവണഃ അധികം പ്രതിബഭ്രാജ ഗിരിർദീപ്തൈവാഗ്നിനാം. രാവണഃ ഉദ്ധൂതേന തസ്യാഹ പീതേന വസ്ത്രേണ ച അഗ്നിനാ ദീപ്തഃ ഗിരിഃ വാധികം പ്രതിബഭ്രാജ. രാവണനോ ഇവളുടെ ഉദ്ധൂതമായ വസ്ത്രം, പീതവസ്ത്രം മഞ്ഞപ്പെട്ട് കാറ്റത്ത് പറക്കുണ്ട്. അത് ഈ രാവണന്റെ നേരെ വീശുമ്പോൾ അഗ്നി കൊണ്ട് ജ്വലിക്കുന്ന ഒരു പർവ്വതം പോലെ രാവണൻ കാണപ്പെട്ടു. രാവണൻ പർവ്വതം, ഇവളുടെ വസ്ത്രം പീതാംബരം അഗ്നിജ്വാല പോലെ. അപ്പൊ അഗ്നിജ്വാലയുള്ള ഒരു പർവ്വതം ആകാശത്തൂടെ പറന്നു പോകുന്നത് പോലെ കാണപ്പെട്ടു ആ ദൃശ്യം. തസ്യാഹ പരമകല്യാണ്യാഹ താമ്രാണി സുരഭീണി ച പത്മപത്രാണി വൈദേഹ്യ അഭ്യഗീര്യന്ത രാവണം. തസ്യാഹ പരമകല്യാണ്യാഹ വൈദേഹ്യാഹ, ആ മംഗളശീലയായ വൈദേഹി അണിഞ്ഞിരുന്ന താമ്രാണി സുരഭീണി പത്മപത്രാണി, ചുവന്നതും സുഗന്ധമുള്ളതുമായുള്ള താമരദളങ്ങൾ രാവണം അഭ്യഗീര്യന്ത, രാവണന്റെ മേലെ പൊഴിഞ്ഞു. ദേവി ധരിച്ചിരുന്ന മാലകളോ താമരമാലയൊക്കെ ധരിച്ചിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാലയിൽ നിന്നുള്ള താമര ഇതളുകളൊക്കെ രാവണന്റെ മേലെ പൊഴിഞ്ഞു വീണു. തസ്യാഹ കൗശേയമുദ്ധൂതം ആകാശേ കനകപ്രഭം ബഭൗജാദിത്യരാഗേണ താമ്രം അഭ്രം ഇവാതപേ. തസ്യാഹ കനകപ്രഭം കൗശേയം ആകാശേ ഉദ്ധതം, അവളുടെ പൊൻനിറമുള്ളതായിട്ടുള്ള കൗശേയം എന്നാൽ പട്ടുവസ്ത്രം, മഞ്ഞപ്പട്ട്, ആകാശത്തിൽ കാറ്റിൽ ഉലയുന്നതായിട്ട് ആതപേ ആദിത്യരാഗേണ താമ്രം അഭ്രം ഇവ ബഭൗ. ആതപം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം താപം കുറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ ആദിത്യരാഗ, സൂര്യന്റെ പ്രകാശം കൊണ്ട് ചുവന്നതായിട്ടുള്ള മേഘത്തെ പോലെ വിളങ്ങി. രാവണൻ മേഘം, ഇവളുടെ വസ്ത്രത്തിൽ നിന്നുള്ള പ്രകാശം
സന്ധ്യാകാലം പോലെ. അപ്പൊ സന്ധ്യാകാലത്തിൽ പ്രകാശിക്കുന്ന മേഘം പോലെ രാവണൻ തിളങ്ങി. തസ്യാസ്തൽ സുനസംവക്ത്രം ആകാശേ രാവണാംഗകം നരരാജവിനാരാമം വിനാളം ഇവ പങ്കജം. തസ്യാഹ സുനസം തദ്വക്ത്രം, അവരുടെ നല്ല മൂക്കുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള അവളുടെ മുഖം. ആകാശേ രാമം വിനാ, ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രാമൻ കൂടെ ഇല്ലാത്തത് കൊണ്ട്, ശ്രീരാമനെ പിരിഞ്ഞതുകൊണ്ട് രാവണാംഗകം, രാവണന്റെ മടിയിലിരിക്കുന്നതായിട്ട്. വിനാളം പങ്കജം ഇവ നരരാജ, നാളമറ്റ അഥവാ തണ്ടില്ലാത്ത താമര, തണ്ടൊടിഞ്ഞ താമര പോലെ ശോഭിച്ചില്ല. എന്നുവെച്ചാൽ സീത രാമനോട് കൂടിയിരിക്കുമ്പോ മുഖം വികസിച്ചിരിക്കും, രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോ വാടിക്കൊണ്ടിരുന്നു എന്നർത്ഥം. ബഭൂവ ജലതം നീലം ഭിത്വാ ചന്ദ്രൈവോദിതഃ സുലലാടം സുകേശാംഗം പത്മഗർഭാപം ഔവ്രണം ശുക്ലൈ സുവിമലൈർദന്തൈ പ്രഭാവദ്ഭിരലങ്കൃതം തസ്യാസ്തദ്വിമലം വക്ത്രം ആകാശേ രാവണാംഗകം. തസ്യാഹ തത്സുലലാടം, നല്ല നെറ്റിയുള്ളതായിട്ടുള്ള അവളുടെ മുഖം. സുകേശാന്തം, നല്ല കൂന്തൽ അഥവാ ചെറിയ അളകങ്ങളൊക്കെ മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളതും പത്മഗർഭാപം, താമരയുടെ ഉൾഭാഗം പോലെ ചുമന്നിരിക്കുന്നതുമായിട്ടുള്ള ഔവ്രണം, യാതൊരു കളങ്കവുമില്ലാത്ത. ശുക്ലൈഹി സുവിമലൈഹി പ്രഭാവദ്ഭിഹി ദന്തൈഹി അലങ്കൃതം, നല്ല വെളുത്ത് പരിശുദ്ധമായി പരിലസിക്കുന്ന നല്ല പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നതും. വിമലം വക്ത്രം, അവളുടെ ആ നിഷ്കളങ്കമായ മുഖം. ആകാശേ രാവണാംഗകം നീലം ജലതം ഭിത്വാ ഉദിതഃ ചന്ദ്രഃ ഇവ ബഭൂവ, ആകാശത്തിൽ രാവണന്റെ മടിയിലിരിക്കുന്നതായിട്ട് ഒരു നീലമേഘം, കാർമേഘം പിളർന്നുകൊണ്ട് ഉദിച്ച ചന്ദ്രനെ പോലെ തോന്നി. കാർമേഘത്തിന്റെ ഇടയിൽ കൂടെ ചന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ കാർമേഘം പോലെയുള്ള രാവണന്റെ മടിയിലിരിക്കുന്ന സീതയുടെ മുഖം അർദ്ധചന്ദ്രനെ പോലെ പ്രകാശിച്ചു. രുദിതം വ്യപമൃഷ്ടാസ്ത്രം ചന്ദ്രവത് പ്രിയദർശനം സുനേത്രം ചാരുതാമ്രോഷ്ടം ആകാശേ ഹാടകപ്രഭം രാക്ഷസേന്ദ്ര സമാധൂതം തസ്യാസ്തദ്വദനം ശുഭം ശുശുഭേ നവിനാരാമം ദിവാ ചന്ദ്രൈവോദിതഃ. ചന്ദ്രവത് പ്രിയദർശനം, ചന്ദ്രനെ പോലെ അതിമനോഹരമായതും. സുനേത്രം, നല്ല കണ്ണുള്ളതും. ചാരുതാമ്രോഷ്ടം, നല്ല ചുവന്ന ചുണ്ടുകളുള്ളതും. ഹാടകപ്രഭം ശുഭം തസ്യാഹ തദ്വദനം, സ്വർണം പോലെ പ്രകാശിക്കുന്നതുമായിട്ടുള്ള അവളുടെ ആ മുഖം. രാമം വിന ആകാശേ, രാമനെ കൂടാതെ ആകാശത്ത് രാക്ഷസേന്ദ്ര സമാദൂതം, രാക്ഷസനോട് ചേർന്ന് ഉലയുന്നതായിട്ട്. വ്യപമൃഷ്ടാസ്ത്രം രുദിതം, കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട്. ദിവാ ഉദിതഃ ചന്ദ്രഃ ഇവ ന ശുശുഭേ, പകലുദിച്ച ചന്ദ്രനെ പോലെ ശോഭിച്ചില്ല. പകല് ചന്ദ്രനെ ആരും കാണുകയില്ല, മങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ സങ്കടം കൊണ്ട് ഇവളുടെ മുഖം ഒട്ടും ശോഭിച്ചില്ല. സാ പത്മഗൗരീ സാ ഹേമവർണാ നീലാംഗം മൈഥിലീ രാക്ഷസാധിപം ശുശുഭേ കാഞ്ചനീ കാഞ്ചി നീലം മണിമിവാശ്രിത. നീലാംഗം രാക്ഷസാധിപമാശ്രിതാസാ, നല്ല കറുത്ത വർണ്ണമുള്ള രാക്ഷസാധിപനെ ആശ്രയിച്ചവളായ അവൾ. ഹേമവർണ മൈഥിലി, നല്ല സ്വർണവർണ്ണമുള്ളവളായ മൈഥിലി. കാഞ്ചനി കാഞ്ചി, നല്ല സ്വർണ നിർമ്മിതമായിട്ടുള്ള അരഞ്ഞാണം. നീലം മണിം ഇവ ശുശുഭേ, ഒരു കറുകറുത്തതായിട്ടുള്ള ഒരു മണിയെ ചേർന്നതുപോലെ, ഒരു എന്താ പറയുക, വലിയൊരു പൈപ്പ് പോലെയുള്ളതായിട്ടുള്ള ഒരു സാധനത്തെ ചേർന്നതുപോലെ ശോഭിച്ചു. അപ്പൊ ദേവിയുടെ ആ കാഞ്ചി അത് ശോഭിക്കുന്നത് രാവണന്റെ മടിയോട് ചേർന്നിട്ടാണല്ലോ. അപ്പൊ കറുത്ത മേഘത്തോട് ചേർന്നിരിക്കുന്ന ആ ദേവിയുടെ കാഞ്ചിയെ വർണ്ണിച്ചതാണ്. സാ പത്മഗൗരീ ഹേമാബ രാവണം ജനകാത്മജ വിദ്യുദ്ഗണം ഇവാവിശ്യ ശുശുഭേ തപ്തഭൂഷണ. പത്മഗൗരീ ഹേമാബ തപ്തഭൂഷണ സാ ജനകാത്മജ.
താമര പോലെ അഴകുള്ളവളും പൊന്നിന്റെ നിറമുള്ളവളും മിന്നുന്ന ആഭരണങ്ങൾ അണിഞ്ഞവളുമായുള്ള ജാനകി രാവണമ്മാവിശ്യ രാവണനെ പ്രാപിച്ച് രാവണന്റെ മടിയിലിരുന്നു കൊണ്ട് വിദ്യുദ്ഗണം ഇവ ശുശുഭേ മേഘത്തെ പ്രാപിച്ചിട്ടെന്ന പോലെ ശോഭിച്ചു. അപ്പോ മേഘത്തിലിരിക്കുന്ന പോലെ സീത ഇരിക്കുകയാണ്. വിദ്യുത്ത് ഗണം ഇവ, വിദ്യുത്ത് മിന്നലാണ്, മിന്നൽ ഘനത്തെ പ്രാപിച്ചതുപോലെ ശോഭിച്ചു. അപ്പോ മേഘത്തിലിരിക്കുന്ന മിന്നൽ പോലെ ശോഭിച്ചു. തരുപ്രവാള രക്താസ നീലാംഗം രാക്ഷസേശ്വരം പ്രാശോഭയത വൈദേഹി ഗജം കക്ഷ്യേവ കാഞ്ചനീ. തരുപ്രവാള രക്താസ വൈദേഹി, നല്ല ചെന്തളിർ പോലെ ചുവന്ന വർണ്ണമുള്ളവളായ സീതാദേവി, നീലാംഗം രാക്ഷസേശ്വരം, കറുത്ത വർണ്ണമുള്ളവനായ ആ രാക്ഷസാധിപനെ, കാഞ്ചനീ കക്ഷ്യ ഗജം ഇവ പ്രാശോഭയത. കാഞ്ചനീ കക്ഷ്യ എന്ന് പറഞ്ഞ കക്ഷ്യ എന്നുള്ളത് ചങ്ങലയ്ക്ക് പേര് പറയുന്നുണ്ട്. കാഞ്ചനീ കക്ഷ്യ സ്വർണച്ചങ്ങല, സ്വർണച്ചങ്ങല കൊണ്ടൊരു ഗജം എങ്ങനെ ശോഭിക്കുമോ അതുപോലെ പ്രശോഭിച്ചു എന്ന് പറഞ്ഞാൽ ആനയോട് ഉപമിച്ചത് രാവണനെ, ചങ്ങലയോട് സ്വർണച്ചങ്ങലയോട് ഉപമിച്ചത് സീതാദേവിയെ. അപ്പൊ രാവണനാകുന്ന ആനയുടെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സ്വർണ ചങ്ങല പോലെ ഇരുന്നു സീതാദേവി. തസ്യാ ഭൂഷണഘോഷേണ വൈദേഹ്യ രാക്ഷസേശ്വരഃ ബഭൗ സ ചപലോ നീലഃ സഘോഷ ഇവ തോയതഃ. രാക്ഷസേശ്വരഃ തസ്യാ വൈദേഹ്യ ഭൂഷണഘോഷേണ, ആ രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ അവളുടെ ശരീരത്തിലെ ആഭരണങ്ങളുടെ ശബ്ദം കേട്ട് സ ചപലഃ സഘോഷഃ നീലഃ തോയതഃ ഇവ ബഭൗ. ചപലം എന്നാൽ മിന്നൽ എന്നർത്ഥം, ചഞ്ചലമായിട്ടുള്ളതാണ് മിന്നൽ. അപ്പോ മിന്നലിനോട് ചേർന്ന് ഇടിമുഴക്കത്തോടു കൂടിയ നീലതോയതം, നീലമേഘം, കാർമേഘം പോലെ വിളങ്ങി. അപ്പൊ ദേവിയുടെ ആഭരണങ്ങളുടെ കിലുക്കം ഇടിശബ്ദം പോലെ, അതിന്റെ തിളക്കം മിന്നൽ പോലെ, അങ്ങനെയായിട്ട് വിളങ്ങി. ഉത്തമാംഗാച്യുതാ തസ്യാഹ പുഷ്പവൃഷ്ടി സമന്തതഃ സീതായാ ഹ്രിയമാണായാഹ പപാദധരണീതലേ. ഹ്രിയമാണായാഹ തസ്യാഹ സീതായാഹ ഉത്തമാംഗാച്യുതാ പുഷ്പവൃഷ്ടി. ആ ഹരിച്ചു കൊണ്ടുപോകപ്പെടുന്നവളായ സീതാദേവിയുടെ തലയിൽ നിന്ന്, ഉത്തമാംഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പുഷ്പവൃഷ്ടി. ധരണീതലേ സമന്തതഃ പപാദ, ഭൂമിയിലെ പല ഭാഗത്തും പതിച്ചു. അങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്തു കൊണ്ടുപോവുകയാണ്. സാധു രാവണവേഗേന പുഷ്പവൃഷ്ടി സമന്തതഃ സമാധൂതാ ദശഗ്രീവം പുനരേവാഭ്യവർത്തത. സഹ പുഷ്പവൃഷ്ടി രാവണവേഗേന സമന്തതഃ സമാധൂത. ആ അവളുടെ ശിരസിൽ നിന്ന് വീഴുന്ന പൂക്കളുടെ വർഷം രാവണന്റെ വേഗം കൊണ്ട് ചുറ്റിലും ചിതറി പരന്നു. പിന്നീടത് ദശഗ്രീവം ഏവ പുനഃ വ്യവർത്തത, രാവണനെ തന്നെ അത് ചുറ്റിച്ചേർന്നു, പറ്റിച്ചേർന്നു. അപ്പൊ കാറ്റത്ത് പറന്നു പോകുന്ന ആ പുഷ്പങ്ങൾ വീണ്ടും രാവണന്റെ മേലെ തന്നെ പറ്റിച്ചേർന്നുകൊണ്ടിരുന്നു. ഉത്തമാംഗ അഭ്യവർത്തത പുഷ്പാണാം ധാരാ വൈശ്രവണാനുജം നക്ഷത്രമാല വിമല മേരും നഖം ഇവോന്നതം. ഉന്നതം മേരും നഖം വിമല നക്ഷത്രമാല ഇവ. ഉയർന്നു നിൽക്കുന്ന മേരുപർവ്വതത്തിന്റെ മുകളിലേക്ക് ശുദ്ധങ്ങളായ നക്ഷത്രങ്ങൾ മാല പോലെ, നക്ഷത്രമണ്ഡലം പോലെ. പുഷ്പാണാം ധാര വൈശ്രവണാനുജം അഭ്യവർത്തത. പൂക്കളുടെ വർഷം ആ വൈശ്രവണന്റെ, കുബേരന്റെ അനുജനായ രാവണന്റെ മേലെ വർഷിച്ചു. ചരണാനൂപുരം ഭ്രഷ്ടം വൈദേഹ്യാരത്നഭൂഷിതം വിദ്യുന്മണ്ഡല സംകാശം പപാക മധുരസ്വരം. ചരണാത് ഭ്രഷ്ടം വൈദേഹ്യാരത്നഭൂഷിതം നൂപുരം വിദ്യുന്മണ്ഡല സംകാശം മധുരസ്വരം പപാക. ദേവിയുടെ പാദത്തിൽ നിന്ന്, ചരണത്തിൽ നിന്ന് ആ വൈദേഹ്യ രത്നഭൂഷിതം നൂപുരം ഭ്രഷ്ടം, രത്നം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ കാലിലെ നൂപുരം, പാദസരം, കാൽ ചിലമ്പ് കാലിൽ നിന്ന് കൊഴിഞ്ഞുപോയി, തെറിച്ചുപോയി. വിദ്യുന്മണ്ഡല സംകാശം മധുരസ്വരം പപാദ.
മിന്നൽ പിണർ ഭൂമിയിലേക്ക് പതിക്കും പോലെ അത് മധുരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചു. അപ്പൊ ഒരു കാലിലത്തെ പാദസരം തെറിച്ചുപോയി. താം മഹോൽക്കാമിവാകാശേ ദീപ്യമാനാം സ്വതേജസ ജഹാരാകാശമാവിശ്യ സീതാം വൈശ്രവണാനുജഃ. ആ വൈശ്രവണാനുജഃ കുബേരന്റെ അനുജനായ രാവണൻ ആകാശേ മഹോൽക്കാമിവ സ്വതേജസാ ദീപ്യമാനാം താം സീതാം, ആകാശത്തിൽ ഒരു ധൂമകേതുവിനെ അല്ലെങ്കിൽ കൊള്ളിമീനിനെ പോലെ പ്രകാശിക്കുന്നവളായിരിക്കുന്ന വിളങ്ങുന്നവളായ സീതയെ ആകാശമാവിശ്യ ജഹാര, ആകാശമാർഗത്തിൽ ഹരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഇവിടെ രാവണൻ സീതയെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടാ കൊണ്ടുപോകുന്നത്. രഥമൊന്നുമില്ല, പുഷ്പക വിമാനം ഒട്ടുമില്ല, അല്ലേ? പുഷ്പക വിമാനമൊക്കെ അധ്യാത്മ രാമായണത്തിലൊക്കെ വന്നു ചേർന്നതാണ്. ഇവിടെ പുഷ്പകമില്ല. ആദ്യം ഒരു രഥം കൊണ്ടുവന്നു, അതിനെ ജടായു തകർത്തു. ഇപ്പൊ രഥമില്ലാത്തവനായുള്ള രാവണൻ സീതയും എടുത്തുകൊണ്ട് ആകാശത്തു കൂടെയാണ് പറന്നു പോകുന്നത്. വാഹനമൊന്നുമില്ല. തസ്യാസ്താന്യഗ്നിവർണ്ണാനി ഭൂഷണാനി മഹീതലേ സഘോഷാണ്യവകീര്യന്ത ക്ഷീണാസ്താരാ ഇവാംബരാഗ്. തസ്യാഹ അഗ്നിവർണ്ണാനി താനി ഭൂഷണാനി, അവളുടെ ശരീരത്തിലുള്ള അഗ്നി പോലെ ജ്വലിക്കുന്ന ആഭരണങ്ങൾ, സഘോഷാണി ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, അംബരാത് ക്ഷീണാഹ താരാഹ ഇവ മഹീതലേ അവകീര്യന്ത, ആകാശത്തു നിന്ന് പുണ്യം ക്ഷയിച്ച നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കും പോലെ താഴേക്ക് പതിച്ചു. അപ്പോ സീത മനഃപൂർവ്വം ഇട്ടതല്ല ആഭരണങ്ങൾ, തന്നെ തന്നെ ഊരി വീഴുന്നതാണ്. ഭയം കൊണ്ട് ആള് മെലിയും, അപ്പൊ പെട്ടെന്ന് വീഴും എന്നർത്ഥം. സ്ത്രീകൾക്ക് പൊതുവെ നടുക്കുന്നതായിട്ടുള്ള പ്രാണഭയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് പെട്ടെന്ന് ശരീരം മെലിയും. കഥകളിലൊക്കെ കാണാം. കൈയൊക്കെ മെലിഞ്ഞു, വളകളൊക്കെ ഊരിപ്പോയി, അരയൊക്കെ മെലിഞ്ഞു, അരഞ്ഞാൾ ഊരിപ്പോയി, ഇങ്ങനെയൊക്കെ വസ്ത്രം പോലും കിഴിഞ്ഞു പോകും. അപ്പോ തസ്യാസ്തനാന്തരാത് ഭ്രഷ്ടോ ഹാരസ്താരാധിപദ്യുതി വൈദേഹ്യാനിപതൻ ഭാതി ഗംഗേവ ഗഗനാച്യുതാം. തസ്യാ വൈദേഹ്യാഃ താരാധിപദ്യുതി ഹാരഃ സ്തനാന്തരാത് ഭ്രഷ്ടഃ നിപതൻ ഗഗനാച്യുത ഗംഗാ ഇവ ഭാതി. അപ്പൊ ആ വൈദേഹിയുടെ ഹാരം, മാറത്ത് അണിയുന്ന മാല, രത്നമാല, താരാധിപദ്യുതി, നല്ല ചന്ദ്രകാന്തി ഉള്ളത് എന്നർത്ഥം. താരാധിപൻ ചന്ദ്രനാണ്. ഇപ്പൊ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ദേവിയുടെ മാറത്തെ ഹാരം അതെന്ത് പറ്റി? അത് സ്തനാന്തരാത് ഭ്രഷ്ട, സ്തനങ്ങൾ മാറിന്റെ ഇടയിലായിട്ട് ധരിച്ചത് അവിടുന്ന് ഭ്രംശിച്ച് താഴേക്ക് വീണു.
അപ്പോ സീതാദേവിയുടെ മാറത്തണിഞ്ഞിരുന്ന ഹാരം സ്തനാന്തരങ്ങളിൽ നിന്ന് പതിച്ച് ഭ്രംശിച്ച് നിപതന്ന് ഗഗനാച്യുത ഗംഗാ ഇവ ഭാതി, ആകാശത്ത് നിന്ന് പതിക്കുന്ന ഗംഗാദേവിയെ പോലെ, അല്ലെ? ഗംഗാപ്രവാഹം. അപ്പൊ വലിയ ഹാരമായിരിക്കും, അതിങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ ഗംഗ പതിക്കുന്നത് പോലെ തോന്നിയുന്ന ഉത്പന്നവാദാഭിഹത നാനാദ്വിജഗണായുധാഃ മാ ഭൈരിതി വിധൂതാഗ്ര വ്യാജഹ്രുരിവ പാദപാഃ. ഉത്പന്നവാദാഭിഹത നാനാദ്വിജഗണായുധാഃ പാദപാഃ. പാദപങ്ങൾ എന്നാൽ വൃക്ഷങ്ങൾ. അത് ഉത്പന്നവാദാഭിഹത, ആ സമയത്തുണ്ടായ കാറ്റുകൊണ്ട് ഹനിക്കപ്പെട്ടവരായിട്ട് നാനാ ദ്വിജഗണായുധാഹ, പലതരത്തിലുള്ള പക്ഷിഗണങ്ങൾ കൊണ്ട് ചേർന്നിരിക്കുന്ന ആ വൃക്ഷങ്ങള്, പാദപങ്ങള്, വിദൂതാഗ്രാഹ, അതിന്റെ തലയാട്ടുന്നുണ്ട് സീതയെ നോക്കിയിട്ട്. എന്താ പറയണത് സീതയോട്? മാ ബൈഹി, മാ ബൈഹി എന്ന് പറഞ്ഞാ ഭയപ്പെടണ്ട. ഇതി വ്യാജഹ്രുഹു ഇവ, എന്ന് വ്യാഹരിക്കും പോലെ തോന്നി. അപ്പൊ താഴെ ഈ രാവണൻ പോകുന്ന വേഗത്തിലാണ് കാറ്റുണ്ടാവുന്നത്. ആ ഒരു, അല്ലേ, എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു മൊമെന്റം, വെലോസിറ്റി കൊണ്ട് കാറ്റുണ്ടാവും അന്തരീക്ഷത്തില്. നമ്മൾ വളരെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ അടുത്ത് പോയാലോ തെറിച്ചു പോകും, വാഹനം മുട്ടൊന്നും വേണ്ട. ട്രെയിനിന്റെ അടുത്ത് പോയി നിന്നാൽ നല്ലോണം അറിയാം, അല്ലേ? അത് അങ്ങോട്ട് വലിക്കും. ട്രെയിനിന്റെ ശക്തി അങ്ങോട്ടേക്ക് നമ്മളെ വലിക്കും, ഉള്ളിലോട്ട് വലിക്കും. അപ്പൊ അതുപോലെ രാവണൻ ആകാശത്തൂടെ പോകുമ്പോ ആ കാറ്റ് ഉണ്ടാവുകയാണ്. കാറ്റ് നിശ്ചലമായിരുന്നു മുമ്പ് രാവണനെ പേടിച്ചിട്ട്. ഇപ്പൊ രാവണൻ പോകുന്നത് കൊണ്ടുണ്ടാവുന്ന കാറ്റ് വൃക്ഷങ്ങളെയൊക്കെ ഇളക്കുന്നുണ്ട്. ആ വൃക്ഷങ്ങൾ തലയാട്ടിക്കൊണ്ട് സീതയോട് പറയുകയാണ്, പേടിക്കണ്ടാട്ടോ എന്ന് പറയും പോലെ തോന്നുന്നു. നളിന്യോ ധ്വസ്തകമലാഹ ത്രസ്തമീനജലേജരാഹ സഖീമിവ ഗതോച്ഛ്വാസാം അന്വശോചന്ദമൈഥിലീ. നളിന്യഃ എന്ന് പറഞ്ഞാൽ നളിനികൾ, താമരപ്പൊയ്കകൾ. ത്രസ്തമീനജലേജരാഹ, അതിന്റെ ഉള്ളില് മീനങ്ങളും മത്സ്യങ്ങളും ഭയപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള മറ്റു ജലജന്തുക്കളൊക്കെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുളയണു, പിണയ്ക്കുന്നു. ധ്വസ്തകമലാഹ, അതിലെ താമരകളൊക്കെ ആടി ഒലയുന്നു. ഗതോച്ഛ്വാസാം സഖീം മൈഥിലീം അന്വശോചന്തൈവ, ആ ദുഃഖിച്ച് നെടുവീർപ്പിടുകയാണ്. ഉച്ഛ്വാസം വിടുന്നവളായ മൈഥിലിയോട് അനുശോചിക്കും പോലെ, കൂടെ ദുഃഖിക്കും പോലെ ഈ ജലാശയങ്ങൾ, താമരപ്പൊയ്കകളെല്ലാം വിഷമിക്കുന്നു. സമന്താത് അഭിസമ്പത്യ സിംഹവ്യാഘ്രമൃഗദ്വിജാഃ അന്വധാവൻ തഥാ രോഷാദ് സീതാം ഛായാനുഗാമിനഃ. സിംഹവ്യാഘ്രമൃഗദ്വിജാഃ രോഷാദ് സമന്താത് അഭിസമ്പത്യ, അവിടെ കാട്ടിലുള്ളതായിട്ടുള്ള സിംഹങ്ങള്, പുലികള്, മാനുകള്, പക്ഷികള് എല്ലാം തന്നെ ക്രോധത്തോടുകൂടി നാല് ദിക്കിലും ഉണ്ടായിരുന്നത് പല ഭാഗത്തു നിന്നും അവിടെ പറന്നു വരികയാണ്. ഛായാനുഗാമിനഃ സീതാം തഥാ അന്വധാവൻ, ആ സീതയുടെ നിഴലിനെ പിന്തുടർന്നു പോകുന്നത് പോലെ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ പുറകെ ഓടുന്നുണ്ട്. ജലപ്രപാദാശ്രമുഖ ശൃംഗൈരുച്ഛ്രിതബാഹവഃ സീതായാം ഹ്രിയമാണായാം വിക്രോശന്തീവ പർവ്വതാഃ. സീതായാം ഹ്രിയമാണായാം, ആ സീത ഹരിച്ചു കൊണ്ടുപോകപ്പെടുമ്പോൾ, പർവ്വതാഃ, ഭൂമിയിലുള്ള പർവ്വതങ്ങൾ, ജലപ്രപാദാശ്രമുഖാഃ, ജലപ്രപാതങ്ങൾ എന്ന് പറഞ്ഞാൽ ചോലകൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ, അതാകുന്ന കണ്ണീർ. അശ്രമുഖം എന്ന് പറഞ്ഞാൽ കണ്ണീരൊഴുക്കുന്ന മുഖത്തോട് കൂടിയിട്ട്. അപ്പോ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ആകുന്ന കണ്ണുനീർ ഉള്ള മുഖത്തോടു കൂടിയവരായ പർവ്വതങ്ങൾ. ശൃംഗൈഹി ഉച്ഛ്രിതബാഹവഃ വിക്രോശന്തീവ, അവരുടെ ശിഖരങ്ങൾ കാണുമ്പോൾ ഉയർത്തിപ്പിടിച്ച കൈകളോടുകൂടി നിലവിളിക്കുകയാണോ, മുറവിളി കൂട്ടുകയാണോ എന്ന് തോന്നും. ഹ്രിയമാണാം തു വൈദേഹീം ദൃഷ്ട്വാ ദീനോ ദിവാകരഃ പ്രവിധ്വസ്തപ്രഭ ശ്രീമാൻ ആസീത് പാണ്ഡരമണ്ഡലഃ. ശ്രീമാൻ ദിവാകരഃ, ആ സൂര്യദേവൻ, വൈദേഹീം ഹ്രിയമാണാം ദൃഷ്ട്വാ, സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട്, ദീനഃ, സ്വയം ദീനനായിട്ട്, പ്രവിധ്വസ്ത പ്രഭഃ, ധ്വംസിക്കപ്പെട്ട പ്രഭയോടുകൂടിയവനായി,
പ്രഭമങ്ങിയവനായി പാണ്ഡരമണ്ഡല ആസീത്. ഒരു പാണ്ഡരം എന്ന് പറഞ്ഞാൽ പഴുപ്പ് നിറം അഥവാ മഞ്ഞ നിറം, ഒരു മഞ്ഞ നിറമുള്ളതായിട്ടുള്ള വർണ്ണത്തോടു കൂടിയവനായി തീർന്നു. നാസ്തി ധർമ്മഃ കുതഃ സത്യം നാർജവം നാനൃശംസത യത്ര രാമസ്യ വൈദേഹീം ഭാര്യാം ഹരതി രാവണഃ ഇതി സർവാണി ഭൂതാനി ഗണശഃ പര്യദേവയൻ. രാമസ്യ ഭാര്യാം വൈദേഹീം രാവണഃ ഹരതി. രാമന്റെ ഭാര്യയായ വൈദേഹിയേതാ രാവണൻ കട്ടുകൊണ്ടുപോകുന്നു. യത്ര ധർമ്മഃ നാസ്തി, ഈ വിഷയത്തിൽ ധർമ്മം ഒട്ടുമില്ല, ഇത് അധർമ്മമാകുന്നു. സത്യം കുതഃ, ഇതിൽ എന്ത് സത്യമാണുള്ളത്? ആർജവം ന, അതിൽ ന്യായമില്ല. അനൃഷം സദാന, ഒട്ടും കാരുണ്യം അഥവാ ദയയില്ലാത്ത പണിയാണ്, കഠിന ഹൃദയനാണ് രാവണൻ. ഇനി സർവാണി ഭൂതാനി ഗണശഃ പര്യദേവയൻ. ഇങ്ങനെ സകല ചരാചരങ്ങളും കൂട്ടം കൂട്ടമായിട്ട് പരിദേവനം ചെയ്തു അഥവാ വിലപിച്ചു. എല്ലാവരും പരസ്പരം സീതയെ രാവണൻ കൊണ്ടുപോകുന്നു നോക്കിക്കൊണ്ട് ഭൂമിയില് വിലപിച്ചുകൊണ്ടിരുന്നു. വിത്രസ്തകാദീനമുഖ രുരുദുർ മൃഗപോതകാഃ ഉദ്വീക്ഷ്യോദ്വീക്ഷ്യ നയനൈഃ ആശ്രപാദാവിലേക്ഷണാഃ. മൃഗബോധകാഃ വിത്രസ്തകാഃ ദീനമുഖാഃ. മൃഗങ്ങൾ എന്നാൽ മാനുകൾ, അതിന്റെ പോതകങ്ങൾ കൊച്ചുകുട്ടികൾ, മാൻകുട്ടികൾ. അപ്പൊ മാൻകുട്ടികൾ ഭയന്ന് വിറച്ചവരായിട്ട് വാടിയ മുഖത്തോടുകൂടി, കാരണം സീതയുടെ കൂട്ടുകാരായിരിക്കും പല മാനുകളും മാൻകുട്ടികളും ഒക്കെ, അവരെല്ലാം വിഷമിച്ചുകൊണ്ട് ദീനമുഖത്തോടുകൂടി ആശ്രപാദാവിലേക്ഷണ. ആശ്രപാദം എന്ന് പറഞ്ഞാൽ കണ്ണുനീർ പതിച്ചുകൊണ്ട്, അവിലേക്ഷണാഹ ആ കലങ്ങിയ കണ്ണുകളോടുകൂടിയവരായിട്ട്, നയനൈഹി ഉദ്വീക്ഷ്യ രുരുദുഹു, കണ്ണുകളെ കൊണ്ട് മുകളിലേക്ക് നോക്കി നോക്കി സീതയെ ദൂരേക്ക് പോകുന്നത് നോക്കി നോക്കി അവര് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. സുപ്രവേപിതഗാത്രാശ്ച ബഭൂർവനദേവതാഃ വിക്രോശന്തീം ദൃഢം സീതാം ദൃഷ്ട്വാ ദുഃഖം തഥാ ഗതാം. വനദേവതാഃ തഥാ ദുഃഖം ഗതാം ദൃഢം വിക്രോശന്തീം സീതാം ദൃഷ്ട്വാ. ആ വനദേവതമാര് ഇങ്ങനെ ദുഃഖാവസ്ഥയെ പ്രാപിച്ചവളും നല്ലതുപോലെ നിലവിളിച്ചു കരയുന്നവളുമായിട്ടുള്ള സീതയെ കണ്ടിട്ട് സുപ്രവേപിതഗാത്രാഃ ബഭൂവു, അത്യന്തം വിറയൽ പൂണ്ട ശരീരത്തോടുകൂടിയവരായി ഭവിച്ചു. വനദേവതമാർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവര് വിഷമം കൊണ്ട് വിറച്ചു. താം തു ലക്ഷ്മണ രാമേതി ക്രോശന്തീം മധുരസ്വരം അവേക്ഷമാണാം ബഹുശോ വൈദേഹീം ധരണീതലം സീതാം ആകുലകേശാന്താം വിപ്രമൃഷ്ട വിശേഷകാം ജഹാരാത്മവിനാശായ ദശഗ്രീവോ മനസ്വിനി. ആ ദശഗ്രീവൻ രാവണൻ ലക്ഷ്മണ രാമായിതി മധുരസ്വരം ക്രോശന്തീം, ലക്ഷ്മണ രാമ എന്ന് വളരെ മധുരമുള്ള ദേവിയുടെ സ്വരം കൊണ്ട് നിലവിളിച്ചു കരയുന്നവളായിട്ടുള്ള ധരണീതലം ബഹുശഃ അവേക്ഷമാണാം, ഭൂമിയിലേക്ക് പല പ്രാവശ്യം എത്തി നോക്കുന്നുണ്ട്. എന്താ രാമൻ പുറകെ വരുന്നുണ്ടോ, തന്നെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷയോടെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ആകുല കേശാന്താം, അഴിഞ്ഞുകിടക്കുന്ന കാർക്കൂന്തലോടുകൂടിയവളായിട്ട് വിപ്രമൃഷ്ട വിശേഷകാം. വിശേഷക എന്ന് പറഞ്ഞാൽ നെറ്റിയിലുള്ള കുറിയാണ്. അത് വിപ്രകൃഷ്ടം എന്ന് പറഞ്ഞാലോ മാഞ്ഞിരിക്കുക. ഈ പരാക്രമത്തില് മാഞ്ഞുപോയ കുറിയോടുകൂടിയവളും. എന്താണ് ലളിതാ സഹസ്രനാമത്തിൽ വരും, എന്താണ് കസ്തൂരി, എന്ത് വിശേഷകയാണ്? മൃഗനാഭി വിശേഷക. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. മൃഗനാഭി വിശേഷക എന്ന് പറഞ്ഞാൽ മൃഗനാഭി പൊട്ടുതൊട്ടവൾ, കസ്തൂരി തിലകമണിഞ്ഞവൾ. ആരാ? ലളിതാദേവി. സഹസ്രനാമത്തിൽ വരും. വിശേഷക എന്ന് പറഞ്ഞാൽ പൊട്ട് എന്നർത്ഥമാണ്. അപ്പൊ പൊട്ടെല്ലാം വിപ്രമൃഷ്ടം, നല്ലോണം മാർജനം ചെയ്തതുപോലെ അല്ലെ, നമ്മുടെ കളം വരച്ച് പാട്ടിലൊക്കെ എങ്ങനെയാണ് അവസാനം എല്ലാം ശിഥിലമാക്കുക, അതുപോലെ മനസ്വിനിയും താം വൈദേഹീം സീതാം തു, ആ മനസ്വിനിയായ മഹാപതിവ്രതയായ സീതയെ ആത്മവിനാശായ ജഹാര, തന്റെ നാശത്തിനായി കൊണ്ടാണ് ദശഗ്രീവൻ ഹരിച്ചത്.
തദസ്തു സാ ചാരുദതി ശുചിസ്മിത വിനാകൃതാ ബന്ധുജനേന മൈഥിലി അപശ്യതി രാഘവ ലക്ഷ്മണൗ ഉഭൗ വിവർണവക്ത്ര ഭയപാരപീഡിത. ആ സീതാദേവി ബന്ധുക്കളാരുമില്ലാത്തവളായി, ചാരുദതി ശുചിസ്മിത സാ മൈഥിലി, നല്ല മനോഹര പല്ലുള്ളവളും നന്നായി പുഞ്ചിരിക്കുന്ന ശീലമുള്ളവളുമായിട്ടുള്ള വൈദേഹി. തതഃ ബന്ധുജനേന വിനാകൃത, അപ്പോൾ ബന്ധുജനങ്ങളാൽ വിനാകൃതയായിട്ട്, വിനാകൃത കൂടാതെയാക്കിയവളായിട്ട്, അകറ്റപ്പെട്ടവളായിട്ട്, രാഘവ ലക്ഷ്മണ ഉപൗ അപശ്യന്തി, രാമലക്ഷ്മണന്മാരെ രണ്ടുപേരെയും കാണാത്തവളായിട്ട്, ഭയഭാരപീഡിത വിവർണവക്ത്ര, ഭയഭാരം, അധിക ഭയം കൊണ്ട് പീഡിതയായ ആ ദേവി വിവർണവക്ത്ര, മുഖം വിളറിയവളായി ഭവിച്ചു. വല്ലാത്തൊരു പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഉള്ളതായിട്ടുള്ള വൈവർണ്യത്തെ പ്രാപിച്ച മുഖത്തോടു കൂടിയവളായി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ദ്വിപഞ്ചാശഃ സർഗഃ. ഇങ്ങനെ ആരണ്യകാണ്ഡത്തിലെ 52-ാം സർഗം പൂർണ്ണം. എന്നിവിടെ നിൽക്കട്ടെ അല്ലേ. വലിയ 2 സർഗങ്ങളാണ് ഇവിടെ എടുത്തത്. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭജത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ. എല്ലാവരും വന്ന് പ്രസാദം സ്വീകരിച്ചിട്ട് പോകും.